ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 13, 14, 15 വാക്യങ്ങൾ ഞാൻ വായിക്കാം. പുരുഷാരത്തിൽ ഒരുത്തൻ അവനോടെന്ന് പറഞ്ഞാൽ യേശുവിനോട്, ഗുരു, ഞാനുമായി അവകാശം ഭാഗം ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. യേശുവിൻ്റെ നല്ലൊരു പ്രസംഗം നടക്കുന്ന സമയത്ത് ഒത്തിരി പുരുഷാരം കർത്താവിൻ്റെ മിനിസ്ട്രിയിലുണ്ട്. ഇങ്ങനെ വലിയ ക്രൗഡഡാണ്. അതിനിടയിൽ നിന്നുകൊണ്ട് ഒരാൾ പറയാണ്, ഗുരു, ഞാനുമായി അവകാശം ഭാഗം ചെയ്യാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് യേശുവിനോട് പറഞ്ഞു. ഇനി അതിന് മറുപടിയായിട്ട് യേശു പറയുന്ന വാക്കാണ് 14-ാമത്തെ വാക്യം. അവനോട് യേശു, പറഞ്ഞ ആളോട് യേശു, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. ഹേ മനുഷ്യൻ, ഹലോ ബ്രദർ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് പറഞ്ഞാൽ എനിക്കിത് അറിയത്തില്ലായിരുന്നല്ലോ, അങ്ങനെയും കൂടി ഞാൻ ചെയ്യണോ? അതാ ചോദ്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ അത് ശരി, അതാണ് അതിൻ്റെ അർത്ഥം. അടുത്ത വാക്യം നോക്കൂ, 15. പിന്നെ അവരോടെന്ന് പറഞ്ഞാല് തന്നെ ഫോളോ ചെയ്യുന്ന വലിയൊരു പുരുഷാരമുണ്ട്. അവരോട് പിന്നെ തിരിഞ്ഞ ഓഡിയൻസിനോട് പറയാണ്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ എന്നിട്ട് പറയുന്ന പദമാണ് നമ്മുടെ ചിന്താവിഷയം. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറയും. ഈ 15-ാമത്തെ വാക്യത്തിലുള്ള ഒരു വേർഡ് ആണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകും. ഇനി എന്നെ നോക്കിക്കേ. സ്തോത്രം. നിങ്ങൾ സന്തോഷമായിരിക്കുന്നല്ലോ, എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ശ്രദ്ധിച്ചിട്ട് അവസാനമായിട്ട് യേശു പറഞ്ഞ വാക്കാണ് നമ്മുടെ പ്രസംഗ വിഷയം. യേശു പറയാണ്, ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തു വകയല്ല അവൻ്റെ ജീവനാധാരം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നിത്യജീവന് ആധാരം എന്തെന്നുള്ളതാണ്. നിത്യജീവന് ആധാരം എന്നുള്ളതാണ്. അപ്പൊ നിത്യജീവൻ എന്താണെന്ന് നമ്മൾ ചിന്തിക്കും. അതെങ്ങനെ ലഭ്യമാകും എന്ന് ചിന്തിക്കും. എന്താണ് നിത്യജീവൻ എന്ന് ചിന്തിക്കും. കുറെ കാര്യങ്ങൾ ശാന്തമായിട്ട് പറയാം. നിങ്ങളൊരു മെസ്സേജ് കേൾക്കാൻ വന്നിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഞാനൊരു ചർച്ചിൻ്റെ പാസ്റ്റർ ആയതുകൊണ്ട് എല്ലാവരും നോക്കി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജ് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ വരണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ടെൻഷനൊന്നും വേണ്ട, റിലാക്സ്ഡ് ആയിട്ട് നിന്നാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാകാനാണല്ലോ ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് ഈ കാര്യം ഒന്ന് ചർച്ച ചെയ്തിട്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചിന്ന് രാത്രി മടങ്ങും. യേശു എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ്. യേശുവിൻ്റെ മിനിസ്ട്രി എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യേശുവിൻ്റെ പ്രസംഗങ്ങൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഡ്യൂറേഷൻ 3 ദിവസമായി. ഞെട്ടിപ്പോയി. 3 ദിവസമൊക്കെ എങ്ങനെ പ്രസംഗിക്കാൻ പറ്റുക? ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂറത്തെ പ്രസംഗമാണ്. എന്നോട് പാസ്റ്റർ പറഞ്ഞു 9:30 ആയാലും കുഴപ്പമില്ല, അത് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട്. അപ്പോൾ ഈ 1.5 മണിക്കൂറാണ് മാക്സിമം ടൈം. അതിനെ ക്രമീകരിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് വാട്ട്സ് ആണ്. ഈ സൗണ്ടൊക്കെ ആയിരക്കണക്കിന് വാട്ട്സ്. എൻ്റെ സൗണ്ടിൻ്റെ മോഡുലേഷൻ കൂട്ടാനും കുറയ്ക്കാനും മിക്സറിനോട് ചേർന്ന് ഒരാളിരിക്കുന്നു. നല്ല സ്മൂത്ത് ക്രമീകരണമാണ്. ഞാൻ വളരെ കംഫർട്ടബിളായിട്ട് പറയും. എന്നാൽ തന്നെ നോൺ സ്റ്റോപ്പ് ആയിട്ടൊരു 3 ദിവസം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യമേ അല്ല. 3 ദിവസം കണ്ടിന്യൂസ്ലി പറ്റത്തില്ല. യേശുവിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഡ്യൂറേഷൻ 3 ദിവസമായിരുന്നു. അത് സ്റ്റേജിലല്ല, ഇങ്ങനെ സ്റ്റേജിൽ ഇരുന്നോ ഓഡിയൻസോടെ താഴെ ഇരുന്ന് സൗണ്ട് സിസ്റ്റം അങ്ങനെ അല്ല. മരുഭൂമിയിലാണ്. ക്രൗഡ് എന്ന് പറഞ്ഞാൽ 5000 പേർ, മല നിറയെ പുരുഷാരം, അങ്ങനെയൊക്കെയാണ്. ഈ 50 പേര് കൂടുന്ന ലോക്കൽ ചർച്ചിൽ മൈക്കില്ലാതെ ഞങ്ങൾ ഒരു സഭായോഗം കഴിഞ്ഞാൽ അന്ന് രാത്രി ഞങ്ങളുടെ തൊണ്ട പണയം വെക്കേണ്ടി വരും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും സൗണ്ട് ഇല്ലെങ്കിൽ. ഈ മല നിറയെ നിൽക്കുന്ന ഈ പുരുഷാരത്തിൽ 3 ദിവസമൊക്കെ എങ്ങനെ പ്രസംഗിക്കുക? അതൊരു ബോറം മെസ്സേജ് അല്ല. കാരണം ബോറം മെസ്സേജ് ആണെങ്കിൽ ആ ബാലകൻ ഫുഡ് കഴിച്ചാൽ പുള്ളി കൊണ്ടുവന്ന് 5 അപ്പം കഴിച്ചില്ല. 3 days ഇത് കയ്യിൽ വെച്ചോണ്ടിരുന്നു. കാരണം ഈ പ്രസംഗം കേട്ടിട്ട് ഇതിനകത്തൂടെ പുള്ളി സഞ്ചരിച്ചു. ദൈവരാജ്യമായിരുന്നു സബ്ജക്റ്റ്. കിങ്ഡം ഓഫ് ഗോഡ്, അതാണ് സബ്ജക്റ്റ്. ദൈവരാജ്യം വലയോട് സദൃശം. ആദ്യമായിട്ട് കേൾക്കുക. ദൈവരാജ്യം മുത്തിനോട് സദൃശം. ആദ്യമായിട്ട് കേൾക്കുക. ദൈവരാജ്യം എല്ലാ വക മീനും കയറുന്ന വല. ഇതിങ്ങനെ ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് ഈ കൊച്ചു പയ്യൻ പുട്ട് മറന്നു വെച്ചിങ്ങനെ
ഇങ്ങനെ ഇരിക്കുക. സ്തോത്രം. കർത്താവിന്റെ മെസ്സേജ് കേട്ടിരിക്കുക. ഫുഡ് കഴിക്കാൻ മറന്നു. നമ്മൾ എത്ര തീപ്പിരി പ്രസംഗമാണെങ്കിലും പിള്ളേർക്ക് ഫുഡ് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ 9:30 പോകും നമ്മളെ. പക്ഷെ ഇതങ്ങനെയല്ല. 3 days കടൽക്കരയിൽ നിന്നുകൊണ്ട് യേശു പത്രോസിന്റെ പടകിൽ നിന്നേച്ച് പ്രസംഗിച്ചു. തിരമാല, ഈ കടൽ കരയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. തിരമാലകൾ ഇങ്ങനെ വരും. ആ തിരമാലയെ ഓവർകം ചെയ്യുന്ന സൗണ്ട് ഉണ്ടെങ്കിൽ കേൾവിക്കാരുടെ ചെവിയിൽ എന്തെങ്കിലും എത്തും. എന്തോ മെസ്സേജുകളാണല്ലേ. സ്തോത്രം. ഒത്തിരി പേര് യേശുവിന്റെ പ്രസംഗത്തിനുണ്ടായിരുന്നു. ഇവിടെയും അങ്ങനെ ഒരു നല്ല പ്രസംഗമാണ് പശ്ചാത്തലം. ധാരാളം പേർ യേശുവിന്റെ മെസ്സേജ് കേട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരോട് കർത്താവ് നല്ല മെസ്സേജുകൾ പറയുന്ന ഭാഗമാണ് 12-ാം അധ്യായം. ഈ മെസ്സേജ് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവേ എങ്ങനെയാ ഇത്രയും മെസ്സേജുകൾ പറയുക ഈ ജനത്തോട്? ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, യേശുവിന്റെ മെസ്സേജുകൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നോണ്ടായിരിക്കില്ല. പിന്നെ യേശുവിന്റെ മെസ്സേജുകൾ ഇങ്ങനെ നടന്നുകൊണ്ടായിരിക്കും. ഇങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ ഒരു കൂട്ടം ആൾക്കാരെ കണ്ടു. മനസ്സിലായി. അവരെ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരാണ് നിങ്ങൾ, ഭാഗ്യവാന്മാർ. കുറച്ചുകൂടെ അങ്ങോട്ട് പോയപ്പോൾ കുറച്ചൊരു കരയുന്ന കണ്ടെന്ന് പറഞ്ഞു, ദുഃഖിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. കുറച്ചുകൂടെ ഇങ്ങനെ ഇടയിൽ കൂടെ പോകുമ്പോ എന്തോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ടയോ അനകമോ ഒക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചുപേര് സൗമ്യമായിട്ട് നിൽക്കുന്നത് നമ്മളെ പറഞ്ഞു, സൗമ്യത ഉള്ളവർ ഇനി അങ്ങനെ പറ്റും. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഓരോരുത്തരെ കാണുമ്പോൾ സ്കാൻ ചെയ്യുക, അവരെ ഒപ്പിയെടുക്കും. നമ്മൾ കാണുന്ന പോലല്ല. കർത്താവിന്റെ പ്രത്യേകത ഉള്ളങ്ങൾ അറിയാം. ഇങ്ങനെ ഒപ്പിയെടുത്ത് അവർക്ക് ആവശ്യമുള്ളതാണ് പറയുന്നത്. ഏറിയ കുടിയിലെ കാര്യങ്ങൾ വിശേഷത ഉള്ളവർ ഭാരപ്പെടുന്നവർ കാണുമായിരിക്കും. അങ്ങനെ ഈ മെസ്സേജ് വരും. ഇവിടെ യേശുവിന്റെ നല്ലൊരു മെസ്സേജിൽ ഓഡിയൻസ് ഒത്തിരി പേരുണ്ട്. ഈ ഓഡിയൻസിന്റെ ഇടയിൽ ചെന്നപ്പോഴാണ് ഓഡിയൻസ് നേരിടുന്ന ചില പ്രശ്നങ്ങൾ തമ്പുരാൻ മനസ്സിലാക്കിയിട്ട് അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ് ഇതിന്റെ ചില കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ നിർദ്ദേശം 4-ാമത്തെ വാക്യമാണ്. നോക്കി നമുക്ക് ചിന്തിക്കാം. എന്നാൽ എന്റെ സ്നേഹിതരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞാല് ചെന്നപ്പോഴാണ് മനസ്സിലായി. കുറച്ച് ആൾക്കാർ ഇങ്ങനെ വിറച്ചു വെച്ച് നിൽക്കുക. എന്നറിയാമോ, ഈ ആൾക്കാരെ പേടിക്കുന്നു. ഇവർക്ക് യേശുവിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ആൾക്കാരെ പേടിക്കുന്നു. സമൂഹം അടിക്കുമോ ഇടിക്കുമോ ഇങ്ങനെ പേടിക്കുക. അന്ന് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. 40-ലധികം വയസ്സുള്ളൊരു മനുഷ്യൻ കുരുടനായിരുന്നു. അയാൾക്ക് സൗഖ്യമായപ്പോ യഹൂദന്മാർ അയാളെ വിളിച്ചോണ്ട് വന്നിട്ട് ചോദിച്ചു, നീ എങ്ങനെ സൗഖ്യമായേ? അയാൾ പറഞ്ഞു, യേശു സൗഖ്യമാക്കി. അവരത് വിശ്വസിക്കില്ല. എന്നിട്ട് ഇവന്റെ അപ്പനെ അമ്മയും വിളിച്ചോണ്ട് ചോദിച്ചു, ഇത് നിങ്ങളുടെ മോൻ തന്നെയാണ്? ഞാൻ ഞങ്ങളുടെ മോനാണ്. അത് ഇവൻ കാഴ്ചയില്ലാത്തവനായിരുന്നോ? അവർ പറഞ്ഞു, യെസ്, കാഴ്ചയില്ലാത്ത ആളായിരുന്നു. അടുത്ത ചോദ്യം, ആട്ടെ എങ്ങനെ അവൻ സൗഖ്യമായേ? ഉടനെ അവര് പറയുന്നുണ്ട്, അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിക്കേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അടുത്ത വാക്യത്തിൽ പറയുന്നത്, യേശു എന്ന് പറഞ്ഞാൽ പറയുന്നവരെ പള്ളി ഭ്രഷ്ടരാക്കണം എന്ന് അവരെന്ത് ചെയ്യുന്നു, നിശ്ചയിച്ചിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞവന് പ്രായമുണ്ടല്ലോ. കാരണം അന്ന് ഫോളോ ചെയ്താൽ പരസ്യമായി ഇറങ്ങിയാൽ അടി കിട്ടുമോ എന്ന് പേടിക്കുന്നവരുണ്ട്. അന്നുണ്ട്, ഇന്നുണ്ട്. യേശു സത്യദൈവമാണെന്നും നിത്യജീവനാണെന്നൊക്കെ അറിയാം. പക്ഷെ എന്തോ ഒരു ടെൻഷൻ, പബ്ലിക്കലി ഇറങ്ങാൻ ഒരു പേടി, പരസ്യമായി ബൈബിൾ കൊണ്ട് പോകാൻ ഒരു പേടി. സ്തോത്രം. ഞാൻ ശുശ്രൂഷിക്കുന്ന സ്ഥലത്തിന്റെ പേര് വയലായിൽ രഹസ്യ ക്രിസ്ത്യാനികൾ ഒത്തിരി പേരുണ്ട്. അവിടെ ആരാധനയ്ക്ക് വരത്തില്ല, പക്ഷെ ബൈബിളൊക്കെ പൊതിഞ്ഞെടുത്ത് ഒരു കൂടിനകത്ത് വെച്ച് ബാഗിനകത്ത് വെച്ച് കൊട്ടാരക്കരയിൽ പോയി ആരാധന കൂടും, അല്ലെങ്കിൽ കൊല്ലത്ത് പോയി കൂടും. കാരണം എന്താ, ദേശക്കാർക്ക് ആർക്കും അറിയത്തില്ല യോഗത്തിനാ പോകുന്നെന്ന്. എന്നാൽ യോഗത്തിന് പോവുകയും ചെയ്യാം. അതിന്റെ കാരണം ഭയമാണ്. അതിന് യേശു പറഞ്ഞ മറുപടി ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ ദേഹത്തിന് ഈ ഫിസിക്കൽ ബോഡിയെ കൊന്നേച്ച് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ആളെ നീ പേടിക്കണ്ട. പിന്നെ നീ ആരെ പേടിക്കണം അറിയാമോ? ദേഹത്തെ മാത്രമല്ല, ദേഹിയെയും പിടിച്ച് നരകത്തിലിടാൻ കഴിയുന്നവനെ നീ എന്ത് ചെയ്യണം? അതാരാണ്? ദൈവം. തൊട്ടടുത്ത പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, വേണമെങ്കിൽ മാക്സിമം കൊല്ലാനേ പറ്റും. പക്ഷെ ദൈവത്തിന്റെ പ്രശ്നം കൊല്ലുക മാത്രമല്ല, നരകത്തിൽ തള്ളിയിടാൻ പറ്റും. നരകം കത്തുന്ന, ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ തള്ളിയിടാൻ പറ്റും. അപ്പോ ഭയപ്പെടുന്നെങ്കിൽ ഭയപ്പെടേണ്ടത് മനുഷ്യനെ അല്ല, പിന്നെ ദൈവത്തെയാ ഭയപ്പെടേണ്ടത്. ഇന്ന് രാത്രി മനസ്സിലാക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. അപ്പൊ ഒരു കൂട്ടം ആൾക്കാർക്കുള്ള ആലോചന. ഇനി താഴോട്ട് വായിക്കുമ്പോൾ 6-ാമത്തെ വാക്യത്തിൽ 2-ാമത്തെ നിർദ്ദേശം, 2 കാശിന് 5 കുരിയിലെ കൊടുത്തിരിക്കുന്നില്ലയോ? ഇവിടെ നോക്കൂ. അടുത്തിങ്ങനെ ഒരു കൂട്ടം ആൾക്കാർക്കുള്ള തോത് കൊടുത്തു. അങ്ങോട്ട് പോകുമ്പോൾ അടുത്ത ആൾക്കാർ ഇങ്ങനെ ഭാരപ്പെട്ട് നിൽക്കുകയാണ്.
എന്നാ ഭാരം എന്നുള്ളത് വാക്യമായി മനസ്സിലാവും. 2 കാശിനെ 5 കുരിയിലിനെ കൊടുക്കുന്നല്ലോ. അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല. ഈ 2 കാശിന് 5 കുരിയൻ എന്ന് പറയുമ്പോൾ ഒരു കുരിയന്റെ പൈസ എത്രയായി? 2 രൂപ കണക്ക് കൂട്ടിക്കും. 2 രൂപയ്ക്ക് 5 കുരിയൻ. അങ്ങനെ ആകുമ്പോ ഒരു കുരിയന്റെ പൈസ 40 പൈസ. 40 പൈസ അത്രേ ഉള്ളൂ. തമ്പുരാൻ പറയാണ് 40 പൈസ മാത്രം വിലയുള്ളതിനും ഞാൻ അതിനാവശ്യമുള്ളതെല്ലാം സമയത്ത് കൊടുക്കുന്നെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ കരുതൽ എത്ര ഉന്നതമാണ് എന്ന് പറഞ്ഞാൽ, ഇവരുടെ ഒരു ടെൻഷൻ അഥവാ എല്ലാം വിട്ട് കർത്താവിനെ ഫോളോ ചെയ്ത് വന്നാൽ എന്തെങ്കിലും മുടങ്ങിപ്പോകുമോ? സപ്പോർട്ട് മുടങ്ങുമോ? ചാരിറ്റി കിട്ടുന്നത് മുടങ്ങുമോ? വീട് കിട്ടാതിരിക്കുവോ? കോഴിയെ കിട്ടാതിരിക്കുവോ? സ്തോത്രം. EMS പദ്ധതിയിൽ നിന്ന് വീട് മുടങ്ങുവോ? സ്തോത്രം. അങ്ങനെ ഫോളോ ചെയ്ത് പോയാൽ ലഭ്യമാകേണ്ടത് പലതും ലഭ്യമാകാതിരിക്കുമോ എന്ന ടെൻഷനില്ല. തമ്പുരാൻ പറയാണ് 40 പൈസ മാത്രം വാല്യുള്ള കുരികനിലും പട്ടിണിയില്ലാതെ പോറ്റാൻ ഞാൻ റെഡിയാണെങ്കിൽ എന്റെ പുറകെ വരുന്ന ഒരുത്തരെയും ലജ്ജിപ്പിക്കാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരവിലെത്തി ഒരുമിച്ച് 84ാമത്തെ സംഘത്തിന് വായിക്കുന്നതോടെ പറയുന്നത്, കുരിയിലിനൊരു വീടും. ഇങ്ങോട്ട് നോക്കൂ മോനെ, പെട്ടെന്നെടുത്തോണ്ട് പോ. സ്തോത്രം. കുരിയിലിനൊരു വീടും നീവൻ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. കുരിയിലിന് വീട് എവിടെയാണ്? ആലയത്തിൽ. അതിന് അർത്ഥം അറിയാമോ? ഏറ്റവും ചെറിയവയ്ക്കും ആലയത്തിനകത്ത് സ്പേസ് ഉണ്ട്. ഏറ്റവും നിസ്സാരമെന്ന് പറയുന്നതിനും ആലയത്തിനകത്ത് സ്പേസ് ഉണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം. നീ എത്ര സാധുവാണെങ്കിലും ഒന്നുമില്ലാത്തവളാണ്, ഇല്ലാത്തവനാണെങ്കിലും ഇന്ന് രാത്രി ഒന്നും ഞാൻ പറയാം, കർത്താവിനെ ഫോളോ ചെയ്താൽ ഒന്നിന് കുറവ് വരാതെ നിന്നെ പോറ്റാൻ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കും. അത് 2ാമത്തെ മെസ്സേജ്. ഇനി 3ാമത്തെ മെസ്സേജ് അതിന്റെ 11ാമത്തെ വാക്യത്തിൽ ഇവിടെ പറയുന്നത്, എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോയ്മകൾക്കും അധികാരങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ, പുറപ്പെട്ടു പോയാൽ കർത്താവിന്റെ പുറകെ പുറപ്പെട്ടു പോയാൽ പിടിക്കും. അടിച്ച് പെരുത്തോടെ കിടന്ന ഒരു കുഴപ്പമില്ല. പക്ഷെ യോഗത്തിന് പോയാൽ പിടിക്കും. ബൈബിൾ എടുത്തുകൊണ്ട് പോയാൽ അങ്ങനെ വിളിക്കും, എവിടാ വാ, കമോൺ ചോദിക്കും. പള്ളിയുടെ മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ ആൾക്കാർക്ക് ടെൻഷൻ. എന്നാ പറയും? അങ്ങനെ പള്ളി ഭയത്തിൽ ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. പള്ളി ഭയത്തിൽ ചോദിച്ചാൽ എന്നാ പറയും? തമ്പുരാൻ പറയാണ്, പേടിക്കൊന്നും വേണ്ട, വാ. അങ്ങനെ പള്ളി മുമ്പിൽ കൊണ്ടുപോകുമ്പോ അവർ ചോദിക്കുമ്പോ എന്ത് പറയണം, എന്ത് പ്രതിപാദിക്കേണ്ടു എന്ന് നിനക്ക് അറിയില്ല. പക്ഷെ നീ വിഷമിക്കണ്ട, നീ പറയേണ്ടത് എന്തെന്ന് ആ സമയത്ത് നിന്റെ വായി ഞാൻ തരും. പരിശുദ്ധാത്മ വരും. അപ്പൊ നീ മിണ്ടാതി, വാ ഓപ്പൺ ചെയ്യുക, കൃത്യമായിട്ട് വരുന്ന പറഞ്ഞുകൊടുക്കുക. എന്നോ ഓഫോ അല്ലേ? നീ മനുഷ്യനെ പേടിക്കണ്ട, സമൂഹത്തെ പേടിക്കണ്ട. എന്തെല്ലാം കാര്യമാണ് കർത്താവിന്റെ കരുതൽ. ഇറങ്ങിയാൽ മതി, ബാക്കിയെല്ലാം കർത്താവിന്റെ പോയി സുരക്ഷിതമാണ്. തിരിച്ചറിയുന്നവർക്ക് കർത്താവിന് സ്തോത്രം. അപ്പൊ ഇങ്ങനെ ഒരു പവർഫുൾ മെസ്സേജ് നടക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കേട്ടിരിക്കുമ്പോഴാണ് ഒരാളെ പുറകിൽ നിന്നൊരു വിളിച്ചു, ഗുരു. അയാൾ പറയാണ്, എനിക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ട്. ചോദിച്ചു, എന്തോ പ്രയർ റിക്വസ്റ്റ്? എന്റെ ബ്രദറിനോട് പറയണം എനിക്ക് തരാനുള്ള വസ്തുവകയെല്ലാം എന്ത് ചെയ്യണം, തരണം. നോക്കിയോളൂ, ആ പുള്ളിക്കാരനെ ഇത് നിത്യജീവനോ ഇതൊന്നും പുള്ളിക്ക് വിഷയമല്ല. പണം. എന്റെ സഹോദരനോട് പറ പാസ്റ്ററെ, പണം തരാം. യേശു പറഞ്ഞ മറുപടി, ഹലോ എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവരോ ആക്കിയത് ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ വന്നത് മാനവജാതിക്ക് ജീവനെ കൊടുക്കാൻ വേണ്ടിയാണ്. പിന്നെ മനസ്സലിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ മിനിസ്ട്രികൾ മനസ്സലിവ് കൊണ്ട് 5 അപ്പം 5000 പേർക്ക് കൊടുത്തു. മനസ്സലിവ് കൊണ്ട് രോഗിയെ സൗഖ്യമാക്കി. മനസ്സലിവ് കൊണ്ട് കാനാവിലെ കല്യാണത്തിന് വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞാക്കി. മനസ്സലിവ് കൊണ്ട് ചെയ്തു. അല്ല ഞാൻ ചെയ്യാമെന്നല്ല, മനസ്സലിവ. ഇതൂടെ ഞാൻ ചെയ്യണോ? ഈ വീതം വെപ്പ് അതിലൂടെ എന്നെ നിങ്ങൾ ആക്കിയോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതാണ് ഇതിന്റെ അർത്ഥം. എന്നിട്ട് പറഞ്ഞൊരു പദമാണ്, ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ ഫിനാൻസ് അല്ല അവന്റെ ജീവനാധാരം. എന്ത് ജീവൻ? നിത്യജീവൻ. പറഞ്ഞേ, നിത്യമായ ജീവൻ. അങ്ങനെ ജീവനുണ്ടോ? ഉണ്ട്. എന്തോ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിത്യമായത്. Listen to me, please listen to me carefully. നിത്യമായ ജീവൻ, മരണമില്ലാത്ത ജീവൻ. ഇങ്ങനെ നിത്യമായി കിടക്കും. ഇങ്ങനെ യുഗം ഇങ്ങനെ മരണമില്ലാത്ത നിത്യമായ ജീവൻ. ആ ജീവനാണ് വിഷയം. ഞങ്ങൾ സത്യം പറഞ്ഞ എന്റെ പൊന്ന് പ്രിയരെ, ഇതെല്ലാം വെച്ച് കത്തിക്കുന്നതിന്റെ കാരണം ഞങ്ങളുടെ ചർച്ചിൽ ആള് കൂടാനല്ല. കൂടിയ സന്തോഷമുണ്ട്.
പക്ഷെ അതല്ല ഞങ്ങളുടെ ഗോൾ, എയിം. ആ നിത്യജീവൻ നിങ്ങൾക്ക് ലഭ്യമാകണം, സ്വർഗത്തിൽ പാർക്കണമെന്നുള്ള ആഗ്രഹത്തില്ല. എത്ര ലക്ഷം രൂപയെന്നറിയുമോ ഞങ്ങൾ വർഷാവർഷം സ്പെൻഡ് ചെയ്യുന്നു? എത്ര ലക്ഷം രൂപയെന്നറിയും? ഇതെല്ലാം കാശിന്റെ കളിയാണ്. ഇത് കണ്ടില്ലേ ഈ ലൈറ്റ് കത്തുന്നത്? കാശിന്റെ പുറത്ത് കത്തുന്നതോ? എല്ലാം കാശായി കത്തുന്നത്. ഇതെല്ലാം നിങ്ങൾ ഇരിക്കുന്ന കാശിന്റെ പുറത്താണ്. കസരയ്ക്ക് കാശ് കൊടുക്കണം, കാശിന്റെ പുറത്തായിരിക്കും. ചവിട്ടുന്നത് കാശല്ല. കുഞ്ഞുങ്ങൾ ബോൺവിറ്റ അടിക്കേണ്ടതും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാല് കുടിക്കേണ്ടതുമായ പൈസ ഇങ്ങനെ അവർക്ക് പച്ചവെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തേച്ച് ഇതിങ്ങനെ മാസം മാസം സ്വരുക്കൂട്ടി വെച്ച് ഒരൊറ്റ വർഷത്തെ കൺവെൻഷൻ, സൗണ്ട് സിസ്റ്റത്തിന് പൈസ, ടെന്റിന് പൈസ, ലാൻഡ് വാടക, പെർമിഷൻ, പരസ്യം എന്ന് വേണ്ട. ഇതിന്റെ പിൻപിലെ അധ്വാനം, ഉറക്കളപ്പ്, പ്രഷർ, മഴ വരാതിരിക്കാനുള്ള പ്രഷർ. വല്ലയിടത്തു വെങ്ങാൻ ഇതൊന്നും തോളിപ്പോയാൽ ഉള്ളം പെടയും. എന്തെല്ലാം റിസ്ക് ആണെന്നറിയോ? എന്താണ് ഇതിന്റെ വിവിധ റീസൺ? ഒറ്റ റീസൺ, നിത്യജീവൻ എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായത് സകല മനുഷ്യർക്ക് ലഭ്യമാകണം എന്ന ഒറ്റ കാരണത്താൽ മാത്രമാണ് ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ ചേർന്ന് കരമൊന്ന് വീശി ഒരുമിച്ച്. അപ്പൊ ഇപ്പോഴുള്ള ജീവനോ ഇത് നിത്യജീവനല്ല. ഈ ജീവൻ എന്ന് പറഞ്ഞാല് 70 വർഷം അല്ലെങ്കിൽ 80 വർഷം അത്രയോ. ഇപ്പൊ എത്ര വയസ്സായി? 68. പേടിക്കേണ്ട 2 കൊല്ലം കൂടെ. ബൈബിൾ കണക്കാണ്. ഇനി അങ്ങനെ അച്ഛൻ പോയാൽ ഒരു 10-12 കൊല്ലം. 80 വയസ്സൊക്കെ ആകുമ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നത് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. 80 വയസ്സിലൊക്കെ വൈൻഡപ്പ് ചെയ്യുന്നത് നല്ലത്. 80 അപ്പത്തോട്ടൊക്കെ പോയി ആരോഗ്യമുണ്ടായി കുഴപ്പമില്ല. ഫുഡ് തരാൻ ആൾക്കാരുണ്ടെങ്കിൽ കുഴപ്പമില്ല. തന്നെ ബാത്റൂമിൽ പോയിട്ട് വരാൻ ഹെൽത്ത് ഉണ്ടെങ്കിൽ 85 90 ഒക്കെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അങ്ങനെയുള്ള ആരോഗ്യമൊന്നും ഇല്ലെങ്കിൽ കഴിവത് നേരത്തെ തന്നെ പോകാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല, എന്നെ എടുത്തേക്കണം. കാരണം ആരും നമ്മളെ കൊണ്ടുപോകത്തില്ല. പിന്നെ കട്ടിലേക്ക് കിടന്ന് പെടുക്കേണ്ടത്. 70 വർഷം അല്ലെങ്കിൽ 80 വർഷം, അതിനപ്പുറമൊന്നുമില്ല. മാഞ്ഞു പോകുന്ന ആവില്ല, മാഞ്ഞു പോകുന്ന ആവി. കഴിഞ്ഞ വർഷം കൺവെൻഷന് മുമ്പിൽ നിന്ന് അച്ഛനെ കാണാനില്ല, ഓർമ്മ പോലും ഇല്ല. ഫേസ്ബുക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഓർക്കുന്നത്. പാസ്റ്റ് അവേ, ഫസ്റ്റ് ബർത്ത്ഡേ ഇൻ ഹെവൻ. ആള് പോയി. ഒരു വർഷം ഈ റീപോസ്റ്റ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന അടുത്ത വർഷം മെമ്മറി സ്റ്റാറ്റസ് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്ന 5 വർഷം ആയില്ലയോ, ഓർമ്മ പോലും ഇല്ലാതെ ഇങ്ങനെ പോയി ആള് പോയി. ഇങ്ങനെ മാഞ്ഞു പോകുന്ന ആവിയല്ലോ. ഒരു സ്വപ്നം പോലെ, അങ്ങനെ ഒരു സ്വപ്നം പോലെ. എന്നിട്ട് ഞാൻ രാത്രി നേരം അതും പറഞ്ഞു ഒരു നെടുവീർ പോലെ. ഈ ഭൂമിയിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. പറ്റത്തില്ല. ഓട്സ് ഇപ്പൊ എല്ലാവരും ഓട്സ് അടിക്കുന്ന ആൾക്കാരാ. എന്താ കഴിച്ചത്? ഓട്സിന്റെ കുറുക്ക്. ഉച്ചയ്ക്ക് 1 പിടി ചോറ്, രാവിലെ ഓട്സിന്റെ അപ്പം അല്ലെങ്കിൽ ഓട്സിന്റെ പുട്ട്. ഈ ഓട്സ് അടിക്കുമ്പോൾ അവരുടെ മനസ്സിലെ ചിന്ത എന്ന് പറഞ്ഞാൽ ഓരോ തവണ ഓട്സ് അടിക്കുമ്പോഴും ഓരോ മണിക്കൂർ വെച്ച് കൂടുക. ഒന്നും കൂടത്തില്ല. ഓട്സ് അടിക്കാനുള്ള പ്രത്യേകത ആരോഗ്യമായിട്ട് മരിക്കാം, രോഗിയായിട്ട് മരിക്കാതെ ഹെൽത്തി ആയിട്ട് മരിക്കാൻ പറ്റും. പക്ഷെ മരണം എന്ന് പറയുന്നത് ഓട്സ് അടിച്ചാലും അടിച്ചില്ലെങ്കിലും നീ എന്ത് ചെയ്യും? മരിക്കും. ഡോക്ടർമാർ ഓട്സ് നിർദ്ദേശിക്കുന്നതിന്റെ കാരണം ഹെൽത്തി ആയിട്ട് മരിക്കാൻ പറ്റും. മറ്റ് വിഷാംശമൊന്നുമില്ല. ഇതിങ്ങനെ ഹെൽത്തി ആയിട്ട് മരിക്കാം, ആരോഗ്യമായിട്ട് മരിക്കാം, അല്ലെങ്കിൽ രോഗിയായിട്ട് മരിക്കും. രാവിലെ കൈയൊക്കെ മെഷീൻ കമ്പും കൊണ്ടൊക്കെ രാവിലെ പോകുന്ന കണ്ട ഓർക്കും. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഓരോ മണിക്കൂർ കൂടുവാം. ഒരു മണ്ണാങ്കട്ടയും കൂടത്തില്ല. ഇതിങ്ങനെ നടക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ആരോഗ്യമായിട്ട് മരിക്കാം, അല്ലാതെ ഈ നടപ്പ് കൊണ്ട് ലൈഫൊന്നും നീളത്തില്ല. ദൈവം ഇട്ടിരിക്കുന്ന ആയുസിന് അപ്പുറത്ത് 1 മണിക്കൂർ പോകത്തില്ല. ഇല്ല. ഞാൻ മേനംകുളത്തെ, നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ മതി, മേനംകുളത്തെ 100 വർഷം മുമ്പത്തെ ഫോട്ടോ ഗൂഗിളിൽ കിടപ്പുണ്ട്. മേനംകുളത്തെ 100 കൊല്ലം മുമ്പത്തെ ഫോട്ടോ. 100 കൊല്ലം മുമ്പത്തെ മേനംകുളം, ട്രിവാൻഡ്രം. നോക്കി കണ്ടാലറിയാം ഇത്ര സംവിധാനമൊന്നും ഇല്ല. പക്ഷെ അതിന്റെ ഫ്രണ്ടില്ല ഒരു കൊച്ചു കടകളൊക്കെ ഉണ്ട്. അതിന്റെ ഫ്രണ്ടിൽ 3-4 പേരുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. നോക്കിയാലറിയാം പണ്ട് വണ്ടി. ഞാൻ വല്ലപ്പോൾ നോക്കി അവരും ഇവിടെ ഉണ്ടോ എന്ന്. 100 കൊല്ലം മുമ്പത്തെ ഗൂഗിളിനകത്തെ മേനംകുളത്തിന്റെ ഫോട്ടോ കണ്ടപ്പോൾ അതിനകത്ത് 3-4 പേരുണ്ട്. പക്ഷെ ആ 3-4 പേര് ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായി ആ കണ്ട ഒറ്റ ഒരാൾ ഇതിനകത്ത് ഇല്ല. എന്തിയേ 100 വർഷം മുമ്പ് ജീവിച്ചവർ ഇന്നില്ലെങ്കിൽ, ഇന്ന് ജീവിക്കുന്നവർ അടുത്ത 100 വർഷം കഴിയുമ്പോൾ ഇവിടെ ഇല്ല. ഞാൻ നോക്ക് 3 വയസ്സ്. ആ മോളും 100 വർഷം ജീവിച്ചിരുന്നല്ല. ആ മോളുടെ പ്രായം 103 വയസ്സ്. 103 വയസ്സുള്ള ഒറ്റയാൾ ട്രിവാൻഡ്രം പട്ടണത്തിലില്ല, ജില്ലയിലുണ്ടോന്ന് എനിക്കറിയില്ല. 103 വയസ്സുള്ള. അപ്പൊ അതിനർത്ഥം അടുത്ത 100 കൊല്ലം കഴിയുമ്പോൾ ആ കുഞ്ഞുൾപ്പെടെ വാഷ് ഔട്ട് ആവും. ഇവിടുന്ന് പോകും. ഇവിടുന്ന് പോയി ഒന്നെങ്കിൽ കത്തിക്കും, അല്ലെങ്കിൽ കബറടക്കും, അല്ലെങ്കിൽ കുഴിച്ചിടും, അല്ലെങ്കിൽ സെമിട്രി കൊണ്ടടക്കും, അതല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് കൊടുക്കും. എങ്ങനെയാണെങ്കിൽ അടുത്ത 100 കൊല്ലത്തിനുള്ളിൽ നിന്റെ പരിപാടി കൂട്ടും. ഇവിടെ ഇല്ല, നമ്മളിവിടെ ഇല്ല. നിങ്ങൾക്കൊരു സത്യം അറിയാം, ഇവിടെ പേര് പോലും ആരും ഓർക്കത്തില്ല.
വല്യപ്പന്റെ പേരെന്ന് പറഞ്ഞേ. അപ്പന്റെ അപ്പൻ, ആ വല്യപ്പൻ, പുള്ളിയുടെ വല്യപ്പൻ ഉണ്ടല്ലോ, ആ പേരെന്ന് പറഞ്ഞേ. അറിയത്തില്ലല്ലേ? പുള്ളി ഭൂമിയിൽ ഉണ്ടായിരുന്നു. പുള്ളിയെ വെച്ച വീട്ടിലാണ് പുള്ളി വാങ്ങിച്ച സ്ഥലമാണ്. നമ്മളിപ്പോഴും വലിയ വല്യപ്പൻ വാങ്ങിയ സ്ഥലമാണ് അവിടെ. പക്ഷെ പേരറിയത്തില്ല. ഇനി ഫോട്ടോയോ ഇല്ല. പുള്ളിയുടെ ഫേസ് ഓർമ്മയുണ്ടോ? ഇല്ല. പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഓർക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഈ വീടുകൾ പൊളിച്ച് പണിയുക. ഒരു വീടിന്റെ ഡ്യൂറേഷൻ മാക്സിമം 40 വർഷം. ഒരു വീട് വെച്ചാലേ മാക്സിമം 40 വർഷം ആ വീടിന്റെ ഡ്യൂറേഷൻ. കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഔട്ട് ഓഫ് ഫാഷൻ ആകും, അല്ല ഇടിഞ്ഞിടിഞ്ഞ് വീഴാൻ തുടങ്ങും. മാത്രമല്ല പിള്ളേർക്ക് കാശുള്ളത് കൊണ്ട് അത് പൊളിച്ചു പണി. ഇപ്പൊ ഞാൻ വെച്ച വീട് വെച്ചപ്പോൾ എൻ്റെ അപ്പൻ TP പൗലോസിന്റെ ഫോട്ടോ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു. TP പൗലോസ് എൻ്റെ അപ്പനാണ്. പക്ഷെ പ്രശ്നം, ഞാൻ വെക്കുന്ന വീട് കൊച്ചു പൊളിച്ചു കഴിയുമ്പോൾ അവൻ ആ വീട് പണിയുടെ തിരക്കിലാണോ ബോധപൂർവമാണോ അല്ലാതാണോ അറിയത്തില്ല. അവന്റെ വീട് വരുമ്പോൾ എന്റെ ഫോട്ടോയെ കാണത്തുള്ളൂ, എന്റെ അപ്പന്റെ ഫോട്ടോ എന്ത് ചെയ്യും എന്നറിയില്ല. അവന്റെ കൊച്ചു വീട് പണിയുമ്പോൾ എന്റെ ഫോട്ടോയും പറഞ്ഞിട്ട് അവന്റെ ഫോട്ടോ വരും. സ്തോത്രം. ചുരുക്കം പറഞ്ഞാല് ഇവിടെ നോക്കിയേ, ഫോട്ടോ പോലും ഈ ഭൂമി കാണത്തില്ല. അതിനിടയ്ക്ക് നമ്മൾ പറയാ ഞാനില്ലെങ്കിൽ മേനംകുളം ഇല്ലെന്ന്. ഒരു മണ്ണാങ്കട്ട ഇല്ല, നീ ഇല്ലെങ്കിലും മേനംകുളം ഇങ്ങനെ തന്നെ എന്ത് ചെയ്യും? ഞാൻ തന്നെ പോകും. ഇങ്ങനെ പോയിട്ടിരിക്കും. നമ്മളെന്ന് പറയാം ഞാനില്ലെങ്കിൽ ആരുമില്ലെന്ന്, നീ ഇല്ലെങ്കിൽ എന്നെ, നീ ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, നടക്കില്ല. 70 അല്ല 80 അല്ല 90 അല്ല പോട്ടെ 100, അതിനപ്പുറം നീ ഇല്ല. നിന്റെ ഹെൽത്ത് പോകും, നിന്റെ ഫിനാൻസ് പോകും. 100 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു മുറിയിൽക്കകത്ത് ഒത്തിരി പേര് ഒതുങ്ങും. നിങ്ങൾക്കറിയുമോ, പല ആൾക്കാർ ഇപ്പോൾ ഒതുങ്ങിയിരിക്കുന്ന 100 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് മുറിക്കകത്ത്. വീടിന് 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, പക്ഷെ അച്ചായനാകെ ഒരു കൊച്ചു മുറിയാണ്. 10 100 സ്ക്വയർ ഫീറ്റ്. അതിനകത്തൊരു ചെറിയ കട്ടിൽ, 6x4 കട്ടില്, അതിനോട് ചേർന്ന് ചെറിയൊരു സ്റ്റൂള്, തടി സ്റ്റൂള്, അതിനകത്തൊരു സ്റ്റീൽ പാത്രം, സ്റ്റീൽ ഗ്ലാസ്, മൂവ്, കുറച്ച് കുഴമ്പ്. പണ്ടത്തെ കാലത്തൊരു ഫോണ്, ടച്ചൊന്നുമല്ല, പണ്ടത്തെ ഫോൺ. താഴെ വീണാലും പോയപ്പോട്ടെ 1500 രൂപയുള്ളൂ, ആ സൈസ് ഒരു ഫോണ്. പിന്നെ അതിനോട് ചേർന്നൊരു ബാത്റൂം, അത്രയല്ലേ ഉള്ളൂ. വീട് 5000 സ്ക്വയർ ഫീറ്റ്. ചൈന മുറിക്കകത്ത് ഇങ്ങനെ ഒതുങ്ങി അതിനകത്തേ ഉള്ളൂ. അതിനകത്താ സ്തോത്രം. അതുകൊണ്ട് തീർന്നില്ല. നമ്മള് എല്ലാ കാശ് എന്തുവാ പോയ പോക്ക്, എന്റെ പരിപാടിയാണ്. ഷാലിപ്പേ ഇതിനകത്ത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കാം. മക്കളെ കുടിക്കാൻ തരാമോടി മക്കളെ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ചില കാര്യങ്ങൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ വൈകും, ഒത്തിരി കഴിയും. ചില യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോഴേ ഒത്തിരി വൈകും. 95 വയസ്സുള്ള അപ്പച്ചനോട് പറയുക, അപ്പച്ച ഈ നമ്മുടെ കടക്കൂട്ടത്ത് പണ്ട് അപ്പച്ചൻ വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ച സ്ഥലമുണ്ടല്ലോ, 10 ലക്ഷം രൂപ പറഞ്ഞിട്ട് തരാത്ത സ്ഥലം ഇപ്പൊ അവര് 10,000 രൂപയ്ക്ക് കൊടുക്കാൻ പോവാ. അപ്പച്ചന് വേണം ചോദിച്ചാൽ 95 വയസ്സുള്ള അപ്പച്ചന് ഇപ്പൊ വസ്തുവിനോട് വലിയ താല്പര്യമൊന്നും വേണ്ടാടാ. 10,000 രൂപ വേണ്ടാടാ. ഇവന് എന്താ വേണം? കഞ്ഞിവെള്ളം ഉണ്ടോ? കഞ്ഞിവെള്ളം എന്നറിയോ? 95-ാമത്തെ വയസ്സിലാണ് പുള്ളിക്ക് മനസ്സിലായത് ഇത് പിടിച്ചു വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. ഇവിടെ അപ്പുറത്ത് ഇതൊന്നും മെച്ചമില്ലെന്ന് അന്നേ മനസ്സിലാകത്തുള്ളൂ. റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ വൈകും. സ്തോത്രം. നമ്മളെ പിള്ളേരുടെ സ്നേഹം എന്നൊക്കെ പറഞ്ഞു. എന്റെ മോനാണെങ്കിൽ എന്റെ പാസ്റ്ററെ, എന്റെ മോന്റെ ഒരു സ്നേഹം, എന്റെ മോളാണെങ്കിൽ ഞാനെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. അവരുടെ സ്നേഹമൊക്കെ അറിയണമെങ്കിൽ നമുക്ക് പ്രായമാകണം. ഭാര്യയുടെ സ്നേഹം അറിയണമെങ്കിൽ ഭർത്താവിന്റെ കയ്യിൽ കാശ് തീരണം. പൈസ ഒന്നുമില്ല, ബാങ്കിലും ഇല്ല, ഗൾഫിലെ ജോലിയും പോയി, പുള്ളി നാട്ടിൽ വന്ന് ഇങ്ങനെ തരാപ്പാര നിൽക്കുക. 4 മാസമായിട്ട് പുറത്തു പോലും പോകുന്നില്ല. അച്ഛനെ പണ്ട് ചങ്കേ ഹാട്ടേ കരളൊക്കെ വിളിച്ച് അമ്മാമ്മയുടെ വാക്കുകൾ പതുക്കെ മാറാൻ തുടങ്ങും. എങ്ങും പോകുന്നില്ല. എങ്ങനെയാണ് മനസ്സിലാകുന്നുണ്ടോ? പൈസ ഇല്ലാതാവട്ടെ, അപ്പൊ സ്നേഹം അറിയാൻ പറ്റും. ഇനി അച്ഛന്റെ സ്നേഹമോ, അത് 3 മാസം നമ്മൾ കിടന്നാൽ മതി. സഹോദരിമാർക്ക് 3 മാസം കട്ടിലേ കിടന്നാൽ മതി. 2-3 ഒക്കെ ഒരുപോലെ കട്ടിലെ പൊക്കോണ്ടിരിക്കുമ്പോൾ അറിയാം അച്ഛൻ കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കിടന്നാലേ അറിയത്തുള്ളൂ. അല്ലാത്തപ്പോൾ അലക്കടി എടുക്കടി കൊടുക്കടി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലല്ലോ ഒരു സ്നേഹമാണെന്നറിയോ. കിടക്കുമ്പോൾ അറിയാം സ്നേഹമാണോ ഇല്ലയോ. ഇല്ല. ഇനി മക്കളുടെ സ്നേഹമോ, അത് പ്രായമാകണം. ആരോഗ്യമുള്ളപ്പോൾ മക്കൾക്ക് എന്തോ സ്നേഹമാണെന്നറിയാം. ഇപ്പൊ എസ്പെഷ്യലി നോർത്ത് ഈ വിദേശ രാജ്യത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അമ്മമാരുടെ പ്രത്യേക സ്നേഹമാണ്. അയർലൻഡ്, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയയിലൊക്കെ ഭാഗത്ത് പോകുന്ന പിള്ളേർക്കാണെങ്കിൽ അമ്മമാരോട് സ്പെഷ്യൽ ഒരു പ്രത്യേക ഒന്ന് കണ്ടിട്ട് പോ മമ്മി. അപ്പം വേണ്ടേ? അപ്പ പിന്നെ കൊണ്ടുപോകാം. മമ്മി വാ. ആദ്യമായിട്ടൊക്കെ അയർലൻഡിൽ പോകുന്ന അമ്മമ്മ ചർച്ചയിൽ സാക്ഷ്യം പറയുമ്പോ ആ സാക്ഷ്യം കേട്ടവർക്ക് അയർലൻഡിലെ പ്രധാനമന്ത്രിയാകാൻ പോവാണ്. അല്ല, അപ്പി ഓരാൻ കൊണ്ടുപോകുന്ന പോക്കാം. ഈ അപ്പി ഓരാൻ അവിടെ ആളിനെ കിട്ടത്തില്ല.
അതുകൊണ്ട് പോയിട്ട് തിരിച്ചു വരുന്ന അമ്മാവന്മാര് പറയുന്നൊരു പദമുണ്ട്, ഇനി മേലാൽ ഞാൻ എന്ത് ചെയ്തില്ല, ഒറ്റ പോക്കൊണ്ട് അവരുടെ കാര്യം എന്ത് ചെയ്തു. സ്തോത്രം. എന്നാൽ നോക്കിയിട്ട് തിരിച്ചു വിടുമ്പോൾ 1 ലക്ഷം രൂപ കൊടുത്തു വിടത്തില്ല. 6 മാസം നോക്കിയതല്ലയോ മമ്മി, എന്നാ മമ്മി 1 ലക്ഷം രൂപ കൈ വെച്ചോ. അങ്ങനെ കൊടുത്തു വിടുന്ന ഒരു പിള്ളേരെ ഞാൻ കണ്ടിട്ടുമില്ല. ഇല്ല, മമ്മി പൊക്കോ കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ 40 കിലോ കൊണ്ടുപോകുന്ന ഫ്ലൈറ്റിൽ കൊണ്ടുപോകും, ടിക്കറ്റ് എടുക്കും. ഇങ്ങോട്ട് വരുമ്പോൾ 25 കിലോ. അതാകുമ്പോൾ അധികം വാങ്ങണ്ടല്ലോ. അതും വരുന്നത് എങ്ങനെ, നേരെ അബുദാബിയിൽ നിന്ന് ബോംബെയിൽ നിന്ന് ശ്രീലങ്കയിൽ നിന്ന് കോഴിക്കോട് ട്രിവാൻഡ്രം കറങ്ങിയാണെങ്കിൽ ടിക്കറ്റിന് കാശ് കുറച്ച് കൊടുത്താൽ മതിയല്ലോ. മനസ്സിലാകുന്നുണ്ടോ? എല്ലാ സ്നേഹവും കണ്ടീഷണലാണ്, എല്ലാ സ്നേഹവും അങ്ങനെയാണ്. പക്ഷെ ഒരു സ്നേഹം മാത്രമാണ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം. വിശുദ്ധ ബൈബിൾ പറയുന്നു, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം എന്ന് പറഞ്ഞാൽ, അടുത്ത നീതിമാനാണെങ്കിൽ മരിക്കാൻ ആൾക്കാരെ കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷേ ചിലപ്പോൾ കിട്ടും, ദുർലഭം ചിലപ്പോൾ കിട്ടും. എന്നാൽ ഗുണവാന് വേണ്ടി മരിക്കാൻ ആൾക്കാർ തുനിയും എന്ന് പറഞ്ഞാൽ, ഞാൻ ജയിലിൽ പോയാൽ എന്റെ കുടുംബത്തെ പോറ്റാൻ അവർ ഓക്കെ ആണോ? ഐ ആം റെഡി. ഞാൻ ചാകാം, എന്റെ കുടുംബത്തെ നോക്കാൻ ആൾക്കാർ റെഡിയാണോ? ഞാൻ റെഡി. ഗുണവാന് വേണ്ടി മരിക്കാൻ ആൾക്കാർ തുനിയും. അങ്ങനെ ഇന്നും ഒത്തിരി പേർ തുനിയുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിക്കുകയാൽ തന്റെ സ്നേഹം വെളിപ്പെടുത്തി. ഇന്ന് രാത്രി എന്റെ പ്രിയരെ, നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രായൻ മാത്രമോട് വിശ്വസിക്കുന്നവർ ചേർന്ന് കരമുയർത്തി ഒരുമിച്ച് ഒരു ഹല്ലേലൂയ. ഈ ലൈഫിനെ കുറിച്ച് ഒന്നും അഹങ്കരിക്കരുത്. 150 വർഷം ജീവിക്കാൻ ആഗ്രഹിച്ചൊരു മനുഷ്യന്റെ പേരാണ് മൈക്കിൾ ജാക്സൺ. അയാളുടെ കൂടെ 12 ഡോക്ടർമാരുണ്ടായിരുന്നു പോലും. 12 ഡോക്ടേഴ്സ് എവറി ടൈം ആ മനുഷ്യന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചു. പൈസ ഉള്ള ആളാണ്. നമ്മളാണെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഹോസ്പിറ്റലിൽ പോയി എല്ലാം ചെക്ക് ചെയ്തിട്ട് വരിക, 12 ഡോക്ടർമാരെ കണ്ടേച്ച് വരിക. ഇതങ്ങനെയല്ല, 12 പേര് കൂടെ സഞ്ചരിക്കും. മുടി മുതൽ പാദം വരെ പുള്ളിക്കാരനെ ഓരോ ദിവസവും നോക്കുന്ന ഡോക്ടേഴ്സ് 12 എണ്ണം. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കലോറി, കുടിക്കുന്ന ജ്യൂസിന്റെ കലോറി, എത്ര മണിക്കൂർ നടക്കണം, എത്ര മണിക്കൂർ ഉറങ്ങണം, എത്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്യണം, എത്ര സമയം പാട്ട് പാടണം, സകല കാര്യങ്ങൾ നോക്കി ഒരു 12 ഡോക്ടേഴ്സ്. എന്താണെന്നറിയുമോ, ആ മനുഷ്യന് ആഗ്രഹം ഉണ്ടായിരുന്നു 150 വർഷം ജീവിക്കണം. മനുഷ്യന്റെ ആയുസ് 70 അല്ല 80. പുള്ളി പറഞ്ഞോ, എനിക്ക് വേണം 150. അതിനെന്താ മാർഗം? എപ്പോഴും ഡോക്ടർമാരുണ്ട്, കുഴപ്പമില്ലല്ലോ, ഇങ്ങനെ നോക്കി നടക്കാം. 150 വർഷം ജീവിക്കാൻ ആഗ്രഹിച്ച ആള് 50ാമത്തെ വയസ്സിൽ ആശീർവാദം പറഞ്ഞു. 50ാമത്തെ വയസ്സിൽ കൊണ്ടുവച്ച്, നീയോ ലാനിയലെ പോയിക്കൊള്ളുക. അങ്ങനെയാ ഞങ്ങൾ ഈ ക്രിസ്ത്യാനികൾ അടക്കുന്ന സമയത്ത് പറയുന്ന പദമുണ്ട്, നീയോ ലാനിയലെ ഓ. എല്ലാവർക്കും ചത്തപ്പിന് ഒറ്റ പേര് ദാനിയേൽ. നീയോ ലാനിയലെ പോ. 50ാമത്തെ വയസ്സിൽ പറഞ്ഞു, നീയോ ലാനിയലെ പോ. അടക്കി 50ൽ തീർന്നു. വേറെ മനുഷ്യനുണ്ട്, പുള്ളിയുടെ പേര് ഗൗരവ് ഗാന്ധി എന്നാണ്. ഗൗരവ് ഗാന്ധി ഒരു ഇന്ത്യൻ വംശജനാണ്, ഡോക്ടറാണ്. ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തൊരു മനുഷ്യൻ. 10,000-ലധികം ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത് 42 വയസ്സുള്ള ഒരു ഇന്ത്യൻ വംശജൻ ഡോക്ടറിന്റെ പേരാണ് ഗൗരവ് ഗാന്ധി. ഫ്ലോറിഡയിലാണെന്നാണ് എന്റെ ചിന്ത. ഞാനിത് പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ആ മനുഷ്യന് രാത്രി ഒരു ചെസ്റ്റ് പെയിൻ ഉണ്ടായിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. അദ്ദേഹം കാർഡിയോളജിയാണ്, സർജനാണ്. ചെസ്റ്റ് പെയിൻ ഉണ്ടായി. അവിടെ ചെന്ന പുള്ളിക്കാരന്റെ സ്കാനിങ് ECG മൊത്തം എടുത്തപ്പോ ഒരു പ്രശ്നമില്ല, മൊത്തം നോർമൽ. ഗ്യാസിന്റെ ഗുളിക കഴിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. പുള്ളിയുടെ പ്രത്യേകത, പുള്ളി ക്രിക്കറ്റ് കളിക്കുന്ന ആളാണ്. 42 വയസ്സുള്ള ക്രിക്കറ്റ് കളിക്കുന്ന, ഹെൽത്ത് കോൺഷ്യസ് ആയ, ഷട്ടിൽ കളിക്കുന്ന, ആരോഗ്യവാനായ 42 വയസ്സുകാരൻ 10,000-ലധികം സർജറികൾ ചെയ്ത്, ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത ഒരു ഡോക്ടറാണ്. ECGക്കകത്ത് വേരിയേഷൻസ് ഇല്ലാത്തതുകൊണ്ട് ഗ്യാസ് ആണെന്നോർത്ത് ഗുളിക കൊടുത്ത് പറഞ്ഞു വിട്ട് വീട്ടിൽ വന്നു. പക്ഷേ നേരം എടുക്കുമ്പോൾ എന്തോ ഒരു അബോധാവസ്ഥയിലാണ് അമ്മ വൈഫ് കാണുന്നത്. വിളിച്ചു, എമർജൻസി, വേഗം വന്നു. അയാളെ അതിനകത്ത് വെച്ചു. താൻ പ്രാക്ടീസ് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ 5 മിനിറ്റ് അടുക്കുന്ന സമയത്ത് ഈ ലോകം വിട്ട മനുഷ്യൻ മാറി. 42 വയസ്സുള്ള ഒരു മനുഷ്യൻ, ഒരു ഡോക്ടർ, 10,000 പേരെ ലൈഫിലേക്ക് കൊണ്ടുവന്നൊരു മനുഷ്യൻ കഴിഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, ഇന്നല്ലെങ്കിൽ നാളെ ഒരു നല്ല പന്തൽ വീടിന്റെ ഫ്രണ്ടിൽ വരും. നല്ലൊരു പന്തൽ, നടുക്ക് സെന്ററിലും സൈഡിലും നല്ല കറപ്പ, പരിചയമുള്ളവരും ഇല്ലാത്തവരൊക്കെ വരും. ഒരു ദിവസം ഉണ്ടെന്ന് നോക്കി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ആണ് ഈ ലൈഫ് അങ്ങനെ, ഇത് പിടിച്ചിരിക്കാൻ പറ്റും. പിന്നെ ഞാൻ എന്നോട് നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ടോ? ഇല്ലല്ലേ, പരമാർത്ഥമാണ് സംസാരിക്കുന്നത്. ഇനി ഒന്നുകൂടെ ഞാൻ പറഞ്ഞാലേ, ഒരു നല്ല പെട്ടി പോലും കിട്ടത്തില്ല പ്രിയരെ. ആണോ? പണ്ടൊക്കെ ആണെങ്കിൽ നല്ല പെട്ടിയെങ്കിലും കിട്ടും. പണ്ടത്തെ പിള്ളേർക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, എൻ്റെ അപ്പനെ ഒത്തിരി കഷ്ടപ്പെട്ട എന്നെ പഠിപ്പിച്ചു, അതുകൊണ്ട് എൻ്റെ അപ്പനെ അടക്കുമ്പോൾ തേക്കിന്റെ പെട്ടി അടക്കണം. പണ്ടത്തെ ആൾക്കാർ ഒരു സ്നേഹം, എൻ്റെ അപ്പനെ ഞാൻ തേക്കിന്റെ പെട്ടിയിൽ അടക്കും, തേക്ക് ഈട്ടിപ്പെട്ടി. അന്ന് ആൾക്കാർക്ക് സ്നേഹമായിരുന്നു. കാരണം അപ്പനും കണ്ടമണി, മോനും കണ്ടമണി.
അധ്യാഭ്യാസമില്ലാത്തതുകൊണ്ട് സ്നേഹം ആ മുമ്പിൽ നിന്ന്. അത് ആ കാലത്തിൽ അടക്കത്തിന് പെട്ടിയൊക്കെ നല്ല വേക്കിന്റെ പെട്ടി. പിന്നെ നമുക്ക് മനസ്സിലായി പഠിപ്പീരി വേണം. അതുകൊണ്ട് കണ്ടമണിക്ക് നിൽക്കാതെ പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റപ്പോൾ പിള്ളേർ മനസ്സിലാക്കി വേണ്ട, കുഴി പോകുന്ന പെട്ടി ആയതുകൊണ്ട് ഡെഡ് മണിയാണ്. തൽക്കാലം തേക്ക് വേണ്ട, പിന്നെ പോളിഷ് മതി. കണ്ടാ തേക്കാൻ തോന്നണം, എന്നാൽ അത്രയും കാശ് മുടക്കാനും അവരെന്ത് ചെയ്തു? പോളിഷിൽ അഡ്ജസ്റ്റ് ചെയ്തു. തേക്കിന്റെ പോളിഷ്, ഈട്ടി പോളിഷ്. മനസ്സിലാകുന്നുണ്ടോ? വിദ്യാഭ്യാസത്തിന്റെ ഗുണമാണ്. ഇപ്പോഴത്തെ പിള്ളേർ കുറച്ചുകൂടെ അഡ്വാൻസ്ഡാ. പോളിഷ് ഒന്നും വേണ്ട, എന്റെ അപ്പന് എന്ന് വെള്ള ഷർട്ടാ, എന്റെ അപ്പൻ എന്റെ അമ്മയാണ് എന്ന് വെള്ള സാരി, പെട്ടിക്കും വെള്ളപ്പെട്ടി ഉണ്ടോ? ആ, ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ വെള്ളപ്പെട്ടിയെ പറ്റി മനസ്സിലാക്കിയത്. ഏറ്റവും വില കുറഞ്ഞ പെട്ടിയാ വെള്ളപ്പെട്ടി. അതാകുമ്പോഴേ ഈ വെള്ള അടിച്ച പിന്നെ അകത്തെ തടി എന്താണെന്നുള്ള കാര്യം ആരും എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. 10,000 ഉള്ളൂ, മറ്റതിന് 40,000, നമ്മൾ 10,000 വിലക്ക. അപ്പൊ പിള്ളേർ നോക്കിയതിന് വിശുദ്ധിയാകുകയും ചെയ്തു, കാശ് നമ്മുടെ കയ്യിൽ വരികയും ചെയ്തു. എന്നോട് നിങ്ങൾ ഉണ്ടോ? ഈ മോർച്ചറി, മൊബൈൽ മോർച്ചറിയുടെ ചില്ല് പൊക്കിയിട്ട് അതിനകത്തിരിക്കുന്ന ഷർട്ട് പുതിയതാണോ എന്ന് നോക്കാൻ ആരും മെനക്കെടാത്തത് കൊണ്ട് ഷർട്ട് പോലും പഴയതായി. അല്ലെങ്കിൽ നിങ്ങൾ പറ, എന്റെ മോൻ അല്ലാതെ നീ അങ്ങ് ചെയ്യുമെന്ന്. ചുമ്മാ പ്രിയരെ, ചുമ്മാ നീ ഇത്. അതാ ഞാൻ പറഞ്ഞു, നമ്മളെ പ്രാക്ടിക്കലി തിങ്ക് ചെയ്താൽ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ. എൻ്റെ പ്രിയരെ, നമ്മുടെ നാട്ടിൽ ഞാൻ സെൻട്രൽ ട്രാവൻകൂറിലെ പാസ്റ്റർ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ മരണത്തിനൊരു സിസ്റ്റം ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അതിങ്ങനെ 65 വയസ്സാകുമ്പോൾ കോട്ടേജ് മീറ്റിംഗ് മുടക്കും. ഞങ്ങളുടെ നാട്ടിലെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഒരു 65 ആകുമ്പോൾ കോട്ടേജ് മേല പാസ്റ്റ് മേല കോട്ടേജ് മീറ്റിംഗ് വരുന്നില്ല പാസ്റ്റ്. ഒരു 65 ആകുമ്പോൾ പതുക്കെ വീട്ടിലൊതുങ്ങി. ഒരു 68 ആകുമ്പോൾ ഉപവാസ പ്രാർത്ഥന ഒതുക്കും. വെള്ളിയാഴ്ച വന്നോണ്ടിരുന്ന കോട്ടേജ് മീറ്റിംഗ് രാത്രി ആയതുകൊണ്ട് ഒഴുക്കിയിട്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരും. ഒരു 68 ആകുമ്പോൾ അത് ഒഴിവാക്കും. മേല പാസ്റ്റ് സഭായോഗത്തിന് ഒരു 70 വരെ സഭായോഗത്തിന് വന്നിട്ട് 70 ആകുമ്പോൾ സഭായോഗം മുടക്കും. ഇനി ഞാൻ വരുന്നില്ല, മേല പാസ്റ്റ് വരുന്നില്ല. ഇനി അമ്മാമ എന്നാ ചെയ്യാൻ പോകും? ഇല്ല, ഞാൻ ഇനി മരണം കാത്തിരിക്കുക, വീട്ടിലിരിക്കുക, മരണം കാത്ത് വീട്ടിലിരിക്കുക. വരുന്നില്ല, എപ്പോഴാ മരണം ഞാൻ നോക്കിയിരിക്കുക. ഒരു 72-73 വയസ്സാകുമ്പോൾ നമുക്ക് കേൾക്കാം, കുഞ്ഞേ മാമ വീണു. വീണോ? എവിടെ കൊണ്ടുപോയി? ചായലോട്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റൽ അതാ എളുപ്പം പറയാം. ചായലോട്ട് കൊണ്ടുപോയി. എന്നിട്ടോ ആള് പോയി കേട്ടോ. പോയെന്ന് അറിഞ്ഞുകൊണ്ട കമ്മിറ്റിക്കാരും പാസ്സും അങ്ങോട്ട് ചെന്നിട്ട് ഒരു പാട്ട് പാടി. ഏത് പാട്ട്? ശോഭയേറുമോർ നാടുണ്ടാത്. ആ പാട്ട് പാടി ഒരു ചെറിയ ഭാഗം വായിച്ച് പ്രാർത്ഥിച്ചിട്ട് താൽക്കാലിക ക്രമീകരണത്തിനായി ഈ ബോഡി ഞങ്ങൾ എവിടെ വെക്കുന്നു? മോർച്ചറിയിൽ വെക്കും. കഴിഞ്ഞു. അതവിടെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ബാക്കി അറേഞ്ച്മെന്റ്സ്, പന്തല്, ഫുഡ്, ലൈവ്, സെൻട്രൽ പാസ്റ്റർ, ഓവർസിയർ, എല്ലാവരും വരുന്നതിന്റെ ഫ്ലൈറ്റ്. അവർ പെട്ടെന്ന് വരത്തില്ല, ടിക്കറ്റ് നോക്കിയേ വരത്തുള്ളൂ. വിവരമുള്ളത് കൊണ്ട് പെട്ടെന്ന് വന്ന കാശൊത്തിരി പോകണം. ഒരാഴ്ച കഴിയുവാണെങ്കിൽ ടിക്കറ്റ് ഫെയർ കുറയും. ആ ബാലൻസ് കൊണ്ട് നമുക്ക് അടക്കം നടത്താൻ പറ്റും. അവരിങ്ങനെ നോക്കി വരുന്നുണ്ടോ? ഉണ്ട്, ടിക്കറ്റ് ഇല്ല. അതുകൊണ്ടല്ല, പൈസ പോകും. നമ്മൾ അതില്ലയോ, എന്റെ മോനെന്ന് പറഞ്ഞാൽ ചങ്ക, അത് ഒന്നുമില്ല, എല്ലാം പണത്തിന്റെ ബേസില്ല. നോക്കി ഒരാഴ്ച മോർച്ചറിയിൽ വെച്ചേച്ച് അവർ നാട്ടിൽ വന്ന് മമ്മി ഒന്ന് കാണും. കണ്ടിട്ടൊരു കാര്യം, മമ്മി. ഇനി മരണത്തിന്റെ അടക്കത്തിന്റെ അന്നത്തെ കാര്യം കേൾക്കണോ? ഇത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ അറിയണം. രാവിലെ ഡ്രസ്സൊക്കെ കൊടുത്തു, ആംബുലൻസുകാരനെ പറഞ്ഞു വിടും മോർച്ചറിയിലോട്ട്. മോനെ നീ മോർച്ചറി കൊണ്ട് കൊടുക്കുക കേട്ടോ. അവൻ രാവിലെ 6:30 ചെന്ന് ഈ ബോഡി എടുക്കാൻ പോകുന്ന മോർച്ചറി സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ കൊടുക്കും. കുഞ്ഞാനച്ചായൻ്റെ ഡ്രസ്സ്, ഇത് അച്ചായൻ്റെ ഡ്രസ്സാണ്. പിള്ളേരെന്ത് ഒരുങ്ങുന്നതേ ഉള്ളൂ, വന്നില്ല. ഒരുക്കിക്കും, അപ്പുറത്തേക്ക് അവർ വരും. ഈ ബോഡി എല്ലാം ഒരുക്കി കഴിയുമ്പോൾ ആംബുലൻസുകാരൻ ഫോൺ വിളിക്കും. മോനെ വാടാ, പപ്പാടെ ബോഡിയൊക്കെ ഇപ്പം എന്ത് ചെയ്തു? റെഡി. ഉടനെ കുഞ്ഞാനച്ചായൻ്റെ ചിരിക്കുന്ന ഫോട്ടോ ഒട്ടിച്ചൊരു 3-4 വണ്ടി ചിരിച്ചോണ്ടിരിക്കുക. അച്ചായൻ ഫ്രണ്ടില് 3-4 വണ്ടിയൊക്കെ ഓടിച്ച് നേരെ മോർച്ചറി ചെല്ലുന്നു. വീണ്ടും പഴയ പാട്ട് പാടുന്നു. ഒരു സംഘത്തിനെ വായിച്ചിട്ട് ഈ ബോഡി നേരെ ആംബുലൻസിലോട്ട് കയറ്റുന്നു. പക്ഷെ ശ്രദ്ധിച്ചാലറിയാം, ആംബുലൻസിന്റെ അകത്തൊരു 3 സീറ്റുണ്ട്. ആ 3 സീറ്റ് കയറാൻ ആൾക്കാരില്ല. മറ്റുള്ളവർ എന്തോ ഓർത്ത് 3-4 പേര് കയറും. മോളെ നീ കയറുന്നോടി, കയറിയേക്കാം. എന്നറിയോ, അരമണിക്കൂർ ചിരിക്കാതിരിക്കണ്ട. മരുമോളൊക്കെ കയറുമ്പോൾ ടെൻഷൻ പിടിച്ചാ കയറും. എങ്ങനെ ചിരിക്കാതിരിക്കും? എന്തെല്ലാം പോരാട്ടമായിരുന്നു. എനിക്ക് സമാധാനം തന്നെ തള്ളയല്ല. അപ്പൊ അതുകൊണ്ട് പോയല്ലോ തൊട്ട് ഹാപ്പി, ഉള്ളിൽ ലഡു പൊട്ടുക. ഈ ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ ചിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ടതുകൊണ്ട് 3-4 പേര് കയറാൻ വലിയ പാടാം. എന്നാലും ആൾക്കാരെ നിർബന്ധം കൊണ്ട് കയറുക. നോക്കൂ, ഇത്രയ്ക്ക് കോടി വീട്ടിൽ കൊണ്ടുവന്നു. അരമണിക്കൂർ വീട്ടിനകത്ത്. ഞാൻ ഇതുവരെ ഒറ്റ പിള്ളേർ പറഞ്ഞു കേട്ടിട്ടില്ല, എന്റെ അപ്പം കഷ്ടപ്പെട്ട് വെച്ച വീടായി, ലക്ഷങ്ങൾ കൊടുത്തു വെച്ച വീടായി. ഒരു 3 മണിക്കൂർ അപ്പന്റെ ബോഡി ഇവിടെ ഇരിക്കട്ടെ? ഇല്ല, ഒരൊറ്റ കൊച്ചും പറഞ്ഞിട്ടില്ല. എല്ലാ പിള്ളേർ പറഞ്ഞിരിക്കുന്നത് അരമണിക്കൂർ. എത്ര തൊട്ട് 50 വരെ. വീട്ടിനകത്ത് അത്രയേ ഉള്ളൂ. എന്നാ പപ്പാടെ ബെഡേ കിടത്തിയേക്കാം. ഹോളി മതി.
കോടികൾ മുടക്കി പണിത വീട്ടിനകത്ത് 1/2 മണിക്കൂറേ ഉള്ളൂ. ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല 3 മണിക്കൂർ വെച്ചേക്കാൻ. അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ, അങ്ങനെയൊന്നുമില്ല. 1/2 മണിക്കൂർ. ഇനി അത് സമയം കൂടുമ്പോൾ ഓർത്തിട്ട് അവർ ഇരിക്കത്തില്ലല്ലോ, നിൽക്കുമായിരിക്കുമല്ലോ. ഇരിക്കത്തില്ല, നിൽക്കുക. കാരണം ഇരുന്ന് പോയ ചിലപ്പോൾ 1/2 മണിക്കൂർ എന്നുള്ളത് 40 മിനിറ്റ്. അതുകൊണ്ട് നിൽക്കുക, പെട്ടെന്ന് കൊണ്ടുപോകുള്ളൂ. മനസ്സിലാകുന്നു. 8:30 വെച്ചാൽ 9 മണിക്ക് ഇറക്കും. 9 തൊട്ട് 12 വരെ വെളിയിലെ കസർത്താണ്. വെളിയിൽ ഇങ്ങനെ അനുശോചനത്തിന്റെ പെരുമഴ. വത്സല്യ പിതാവിന്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന അമ്മാമ. സത്യം പറഞ്ഞ അനുശോചനമൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം ദുഃഖിച്ചു വേണ്ടേ പറയാനായിട്ട്. ദുഃഖിച്ചാ വരുന്നെങ്കിൽ ഈ കരയുന്നവരെ കാണുമ്പോൾ നമുക്ക് ആ ദുഃഖമൊക്കെ മാറി ചിരി വരും. കാരണം ഇവരെ കഴിഞ്ഞ ആഴ്ചയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ വാസ്തവ 1 മാസം കൊണ്ട് പുള്ളി കിടപ്പില്ല. ഞാൻ മടുത്ത് ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ വാസ്തവ, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം. എന്നാൽ പുള്ളിയെ പൊക്കാൻ പ്രാർത്ഥിച്ച അമ്മാമ പറയാ, എന്നെ ഇടിഞ്ഞു പോയോ വാസ്തവേ, എന്നെ ഇടിഞ്ഞു പോയി വാസ്തവേ. സത്യത്തിൽ അകത്തിൽ പൊട്ടുക. കാരണം ഇനി അടുത്ത 6 മാസം UK, അടുത്ത 6 മാസം കാനഡയില്. നീ ഇത് പോയാൽ രക്ഷപ്പെടുത്തിരിക്കുന്ന ഇടുക്കായി കരച്ചില്ലേ പോയി. അപ്പൊ നമുക്ക് സത്യത്തിൽ ചിരി വരും. പിന്നെ ഞങ്ങൾ ഇതെങ്ങനെ ശീലമുള്ളത് കൊണ്ട്, ഈ പറഞ്ഞ് ശീലമുള്ളത് കൊണ്ട് ആ ശീലത്തിൽ എന്ത് ചെയ്യുക? പിള്ളേരുടെ നിർബന്ധമായിട്ടുള്ള ഓർഡർ 12 മണിക്ക് സാധനം പൊക്കിയേക്കണം, 12 മണിക്ക് എടുക്കണം. ആ സെയിം ആംബുലൻസ് വന്നു, ഈ ബോഡി എടുത്തു, ആംബുലൻസിലോട്ട് വെച്ചു. അത് നേരെ 1/2 മണിക്കൂർ കൊണ്ട് സെമിത്തേരി ചെന്നു. ആ ബോഡി വെക്കാൻ വെച്ചേക്കും സ്ലാബിലോട്ട് ഈ സാധനം വെച്ചു. കൊരിന്തിന്റെ 3 വാക്യങ്ങൾ വായിച്ചിട്ട് ചോദിച്ചു, ആരും കാണാനുണ്ടോ? ആരും കാണാനില്ല. ആർക്കിങ്ങനെ ചുമ്മനം കൊടുക്കാനുണ്ടോ? ഉണ്ട്. 3-4 പേര് വന്നു. എങ്ങനെയാ ചുംബിക്കുന്നത്? ടിഷ്യൂ ഇടുക, ചുംബിക്കുക. ടിഷ്യൂ ഇടുക, ചുംബിക്കുക. ലൈവ് ഒന്നുമല്ല, ടിഷ്യൂവിന്റെ പുറത്ത് ചുംബിക്കുക. ഇത് കഴിഞ്ഞിട്ട് ഒരു വാക്യം വായിച്ചിട്ട്, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് ചേരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശകലം പൊടിയെടുത്ത മണ്ണിനെ ആ പൊടിക്കകത്തോട്ട് ഇട്ടേച്ച് അത് അടച്ച് സെല്ലിനകത്തോട്ട് വെച്ചിട്ട് കർത്തൃകാലം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ പാട്ടും പാടി എല്ലാവരും അവിടുന്ന് പോകും. നിങ്ങൾക്കറിയാമോ, ആ കരച്ചിലിന്റെ എല്ലാ വിഷമങ്ങൾ തീർക്കുന്നത് അതിന് തൊട്ടപ്പുറത്ത് വെച്ചിരിക്കുന്ന സ്നാക്സും ചായയും കുടിക്കുമ്പോഴാ. അത് കുടിക്കുമ്പോ എല്ലാം എന്തെല്ലാം ആയിരുന്നറിയാം. അയ്യോ, എന്തെല്ലാം കേസായിരുന്നറിയാം. എന്നോട് നിങ്ങൾ വരുന്നുണ്ടോ പ്രിയരെ? എന്നോട് നിങ്ങൾ ഉണ്ടോ? കാര്യം ഒന്ന് നോക്കിക്കോ, നോക്കട്ടെ, ഉണ്ടോ നോക്കട്ടെ. അത്രയേ ഉള്ളൂ. ബാങ്ക് ബാലൻസ് അതാരോടോ കൊണ്ടുപോയി. പിള്ളേരെ ഒപ്പിടിച്ച് മേടിച്ചു. ഒന്നുമില്ല. ഇവിടുന്ന് പോവുക. ഈ കാത്തലിക്, ഞാൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ വിശ്വാസത്തിൽ വന്ന ആളാണ്. ഞങ്ങളെയൊക്കെ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. 1 വർഷം കഴിയുമ്പോൾ ഈ എന്തോ കല്ലറ പെയിന്റ് അടിക്കാൻ പോകുന്ന പരിപാടിയുണ്ട് കാത്തോലിക്കർക്ക്. വർഷത്തിൽ ഒരിക്കൽ നെഗാടും പടലൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ പെയിന്റ് അടിക്കും. അതുകൊണ്ട് ഗുണമൊന്നുമില്ല, ഒരു സന്തോഷത്തിന്. നിങ്ങൾക്കറിയാമോ, നമുക്ക് ആ പരിപാടി പോലും പിന്നെ അങ്ങോട്ട് പോകണമെങ്കിൽ അടുത്ത ആള് മരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ അങ്ങോട്ട് ആള് മറന്നു. ഇവിടുത്തെ ആയുസ് വളരെ ലളിതമാണ്, സിമ്പിളാണ്, വളരെ ശൂന്യമാണ്, ചെറുതാണ്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്ക് കർത്താവിന്റെ സ്തോത്രം. ചേർന്ന് കരമുയർത്തി ഒരുമിച്ച് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓ ശക്തിയോടെ കർത്താവിനെ ഒരുമിച്ച് സ്തുതിച്ചേ. പരിപാടി കരമൊന്ന് വീശി ഹല്ലേലൂയ. ഇല്ല പ്രിയരെ, ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഈ ഭൂമി നിൽക്കുന്നത് 23 ഡിഗ്രി ചരിച്ച് സാങ്കല്പിക അച്ചുതണ്ടിലാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ പണിയുന്ന പാലങ്ങൾക്കൊക്കെ ഭാരം എഴുതി വെക്കും. പാലത്തിന്റെ ഭാരം, കയറാവുന്ന ഭാരം 5 ടൺ. ഓവർ ബ്രിഡ്ജ് പണിയുമ്പോൾ അതിന്റെ താഴെ എഴുതി വെച്ചേക്കും ഇത്ര ഹൈറ്റ് ഉള്ളതേ പോകാവൂ. എല്ലാത്തിനും ഒരു ലിമിറ്റഡ് ഉണ്ട് ഭാരം വഹിക്കുന്നതിന്. ഭൂമിക്ക് ഉണ്ടെന്ന്, ഭൂമിക്ക് കൊണ്ട് ഇത്രേ പറ്റൂ. അതുകൊണ്ട് എന്താ അറിയാമോ, കുറച്ചു പേര് മരിക്കുന്നു, കുറെ ജനിക്കുന്നു, വൈകിപ്പിക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു, ജനിക്കുന്നു. മരിക്കുന്നതിനനുസരിച്ച് ജനിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇനി രസകരമായ കാര്യം, നമ്മളൊക്കെ ഓരോ വർഷവും കേക്ക് വെട്ടി മരിക്കാൻ പോകുന്ന ടീമുകളാണ്. ഓരോ ബർത്ത്ഡേക്കും കേക്ക് വെട്ടുന്ന കണ്ട ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം എടുത്ത് നോമിക്കൊക്കെ തേക്കുമ്പോൾ അവർക്ക് 1 വർഷം കൂടെ കിട്ടുമല്ലോ, പോവല്ലേ. ആ പാട്ടും ആ സന്തോഷം കണ്ട കിട്ടുവന്ന അല്ല, പോവുക ചേട്ടാ, അല്ലേ. യേശു വന്നില്ലെങ്കിൽ അടുത്ത വർഷം കൂടെ കാണുവാനാര് കണ്ടു. ഞാൻ ഇന്ന് രാത്രി പറയുന്ന ചിന്ത മനസ്സിലാക്കണം. ഈ ഭൂമി നിന്റെ സ്വന്തമല്ല. ഇവിടെ പിടിച്ചു നിൽക്കാൻ ആർക്ക് കഴിയത്തില്ല. തലമുറ മാറിയെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നാമും ഈ വഴിയായി. പിന്നെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ താമസിക്കുന്ന ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ബോഡിയിലല്ല, പിന്നെ അസ്ഥിയില എന്ന് പറഞ്ഞാല്
സെമിട്രി കൊണ്ടിട്ടാൽ പിന്നെ അസ്ഥിയായിട്ട് അവിടെ കിടക്കും. എത്ര കാലം? യേശു വരുന്നത് വരെ. 1000 ആണ്ടാണോ അറിയില്ല, 2000 ആണോ അറിയില്ല. ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ സ്ഥലം ആ സെമിത്തേരി. അസ്ഥിയായിട്ട് അവിടെ കിടക്കും. ബോഡി ആയിട്ടാകെ 80 കൊല്ലേ ഉള്ളു വെളിയില്, അസ്ഥിയായിട്ട് അവിടെ കിടക്കും. എത്ര കാലം? യേശു വരുന്നത് വരെ. അത് നീ വിശുദ്ധനാണെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും, അല്ലെങ്കിൽ വീണ്ടും കിടക്കും 1000 കൊല്ലം കൂടെ. ഫിസിക്കൽ ബോഡി താമസിക്കുന്ന 80 കൊല്ലേ ഉള്ളു. പിന്നെ അസ്ഥിയിലാണ് ഇങ്ങനെ കിടക്കുക. ഞാൻ കഴിഞ്ഞിടയ്ക്ക് രസകരമായ ഒരു സെമിട്രിയുടെ പിക്ചർ ഞാൻ കണ്ടു. എനിക്ക് ഒത്തിരി ആശ്ചര്യം തോന്നി കേട്ടോ. അത് ഈ പഞ്ചായത്തുകാർ കൊടുത്ത സ്ഥലം, സെമിത്തേരിക്ക് 4 ചർച്ചുകൾക്കൂടെ വേണ്ടി കൊടുത്ത സ്ഥലം 8 സെന്റ് സ്ഥലം എങ്ങാണ്ട. അത് കൊടുത്തതാണോ അതോ എന്തോ അതിന്റെ പിക്ചർ ഞാൻ കണ്ടു. അതിന്റെ പ്ലാൻ കണ്ടപ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നി. സെന്റർ ഈ കുഴി നടുക്ക് കുഴി, എല്ലിടുന്ന കുഴി നടുക്ക്. ഇപ്പുറത്ത് ഒരു 6 സെന്റ് ചർച്ച് കോട്ട്, ഇപ്പുറത്ത് ഒരു 6 സെന്റ് IPC, ഇപ്പുറത്തെ ഒരു 6 സെന്റ് ഷാരോന്, അപ്പുറത്തെ ഒരു 6 സെന്റ് ഏജിക്ക്. വെക്കുന്നത് ഇവിടെ ആണെങ്കിൽ കുഴി ഒരിടത്ത ചച്ചപ്പൂർണ്ണ പുറത്തോട്ടാ ഏജിക്കാരൻ വീഴുന്നത്. കുഴപ്പമൊന്നുമില്ല, മേളിലെ പ്രശ്നമുണ്ട്, താഴെ കുഴപ്പമില്ല. അയാളെ കൊണ്ടിടുമ്പോൾ അതിന്റെ പുറത്ത് മറ്റേ ദാനിയേൽ വീഴും. എല്ലാ ദാനിയിലൂടെ കൂട്ടിക്കൊടുഞ്ഞ് അതിനകത്ത് വെളിയിലെ പ്രശ്നമുള്ളൂ. രക്തത്താലി ചെയ്യാൻ അതിനിടയ്ക്ക് ഞാൻ കണ്ടു. ഒരു സെല്ലിങ്ങനെ തുറന്നപ്പോ കണ്ട് അപ്പുറത്തിരിക്കുന്ന ആൾക്കാരൊക്കെ കാമാൻ പോയിട്ട് ചുമ്മാ ഇരിക്കുക, ഒരു കുഴപ്പമില്ല, വഴക്കില്ല, വക്കാണമില്ല, കാറ്റ് വേണ്ട, ചൂട് ഒരു പ്രശ്നമില്ല, കസേരയ്ക്ക് പ്രശ്നമില്ല, വെള്ളത്തിന് പ്രശ്നമില്ല, ഇങ്ങനെ വെച്ചപ്പെട്ടിരിക്കുക. മനസ്സിലായവർക്ക് കർത്താവിന് ഇഷ്ടം. പ്രാക്ടിക്കലി ചിന്തിക്കണം, റിയാലിറ്റിക്ക് വരണം. നിങ്ങൾ പച്ചയ്ക്ക് ദൈവത്തിന് വേണം. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കുകയാണ്. ലോകം അതിന് മോളൊഴിഞ്ഞു പോകും. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തവരെ നിലനിൽക്കത്തുള്ളൂ. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കുകയാണ്. അപ്പൊ ഈ ലോകത്തിന് നമ്മൾ മാപ്പോ, അതിൽ ഡൗട്ട്. ഈ സെല്ലിനപ്പുറം എന്താണ്? ഫൈനൽ ഗോൾ സെല്ലാണ്. സെല്ലിനപ്പുറം, ആ സെല്ലിനപ്പുറത്തൊരു സംഭവം ഉണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് വെച്ചിരിക്കുന്നു. അത് സെല്ലിനിപ്പുറത്തല്ല, സെല്ലിനപ്പുറം. എക്സാമ്പിൾ, ഏലപ്പാറ മരിച്ചത് കുട്ടിക്കും സംഭവിക്കുമല്ലോ. ഒരു ദിവസം മരിച്ച് സെല്ലിനപ്പുറത്തുള്ളത് എവിടുന്ന വരുന്നത്? ഏലപ്പാറ. ശരി, ആട്ടെ. നമ്പർ വല്ലതും ഉണ്ടോ? ID നമ്പർ ആവണ്ടേ? പറഞ്ഞു 944 788 933 അടിച്ചു കൊടുത്തപ്പോ എന്റെ ഫോട്ടോ ഉൾപ്പെടെ വന്നു. ഈ ഫോട്ടോ അല്ല, പണ്ടത്തെ അന്ന വിശ്വാസം വന്ന അന്നത്തെ ഫോട്ടോ ഉൾപ്പെടെ വന്നു. മരിക്കുന്ന കാലം എത്രയോ അതുവരെയുള്ള ഫുൾ ഹിസ്റ്ററി ഇങ്ങനെ കമ്പ്യൂട്ടറിനകത്ത് വരിക, തെളിഞ്ഞു വരിക. വരുമോ? വരും. തെളിവുണ്ടോ? തെളിവുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാകും. അടുത്ത വാക്യം, അവരുടെ പ്രവൃത്തി ചെയ്തു കൂട്ടിയത് മൊത്തം ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഏലപ്പാറയുടെ ഫേസ് വന്നു, ചെയ്തു കൂട്ടിയത് മൊത്തം ഇങ്ങനെ വന്നു. ഈ വർക്ക് പ്രവൃത്തി മൊത്തം, അലമ്പ്, ഓടക്ക്, പ്രസംഗം, പാട്ട്, എന്തെല്ലാം ചെയ്ത മൊത്തം എന്റെ പുറകെ ഇങ്ങനെ വന്നു. വന്നപ്പോ കർത്താവ് നോക്കിയത് ഇങ്ങനെയൊക്കെയാണ്. ശരി, ഓക്കെ. ആ പ്രവൃത്തി മൊത്തം എടുത്തിട്ട് ശോധന ചെയ്യും. ഇതൊരു ടെസ്റ്റിംഗ് മിഷൻ ഉണ്ട്. തീയ അങ്ങനെയാ കൊരിന്ത്യലേഖനം പറയുന്നത്. തീ അന്ന് വെളിപ്പെടുത്തും. ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ അതിനകത്തോട്ടിടും. ഇട്ടിട്ട് വരുന്നതാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തോട്ട് ഇങ്ങനെ റിസൾട്ട് മിന്നി വന്നപ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് പറഞ്ഞേച്ച് എനിക്കൊരു സ്ഥലം തരുന്നു. പർദീസാന്നോ സ്വർഗം എന്നൊക്കെ പറയാം. ഇനി ആ പ്രവൃത്തി തോറ്റുപോയാൽ, പണി പാളിപ്പോയാൽ ചെല്ലുന്ന സ്ഥലത്തിന്റെ പേരാണ് തീയെ അല്ലെങ്കിൽ യാതനാസ്ഥലം എന്ന് പറയും. ഒറ്റ വാക്ക് പറഞ്ഞാൽ മരണത്തിനപ്പുറം നിന്നെ തീക്കും 2 സ്ഥലമായിട്ട്. അത് ഒരാളെ അല്ല, സകലമായ ആൾക്കാരെ എന്തിരിക്കും. എന്നിട്ടോ 2 സ്ഥലത്ത് പാർപ്പിക്കാൻ കൊണ്ടുപോകും. ഒരു സ്ഥലത്തിന്റെ പേര് നരകമാണ്. കത്തുന്ന ഗന്ധക തീപ്പൊയ്യ, തീ കൊണ്ട് ഒപ്പിടുന്ന സ്ഥലം. കരച്ചിൽ, പല്ലികിടി. എന്താണ് ഈ കരച്ചിൽ? ഖേദമാണ്. എന്തിന്റെ ഖേദം? മാനങ്ങളത്ത് വെച്ച് അയാൾ പ്രസംഗിച്ചിട്ട് ഞാൻ കേട്ടു. 3 ദിവസം യോഗം വെച്ചപ്പോ സ്വോത്രകാഴ്ച ഇട്ടെങ്കിലും അയാൾ മെസ്സേജ് കേട്ടില്ല. പറ്റിയില്ലല്ലോ. ഖേദം എന്ന് ഖേദിക്കുന്ന ഒത്തിരി പേരുണ്ട്. എനിക്ക് കൈ പൊക്കാൻ പറ്റുന്നില്ല. ഈ ഞരമ്പ് എവിടെയോ കയറി പിടിച്ചത് കൊണ്ടാണ്. ഇപ്പൊ ഖേദിക്കുക. അന്ന് പൊക്കാനും പറ്റിയില്ല, ഇപ്പൊ പൊക്കാൻ പറ്റത്തുമില്ല. അന്ന് കൈ ഉയർത്തി സ്വോത്രം പറയാൻ വന്നപ്പോ ഞാനിട്ട് പൊക്കിയില്ല, ജാരക്കില്ല. ഇപ്പൊ എനിക്ക് പൊക്കാനും പറ്റില്ല. ഖേദിക്കുന്നവരുണ്ട്. മനസ്സിലായവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. രാത്രി നിന്റെ പ്രാണനോടാ ദൈവം സംസാരിക്കുന്നത്. എന്റെ ശൈലിയില്ല, പക്ഷെ നിന്റെ ഉള്ളം പൊളിക്കുന്ന ദൂതുകളാ ഈ രാത്രി സ്വർഗം നിന്നോട് സംസാരിക്കുന്നത്. ഇത് നമ്മുടെ ഒരുപോലത്തെ മാനസാന്തരത്തിന്റെ രാത്രിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നിയോഗമുള്ളവർക്ക് കർത്താവിനെ സ്തുതിക്കുകയാണ്.
നിത്യമായി പാർക്കാൻ പറ്റുന്ന സ്ഥലം. അവിടെ കൊണ്ടിടും, നരകത്തിൽ കൊണ്ടിടും. പ്രവൃത്തി നോക്കിയിട്ട് കൊണ്ടിടുന്ന സ്ഥലമാണ് നരകം. കരച്ചില്, പല്ലുകടി, എന്നും വേദന, യാതന, ആകെ പെയിൻഫുള്ളാണ്, ആകെ വേദനയാണ്. എന്നാൽ അപ്പുറത്തെ സ്ഥലത്തിന്റെ പേര് സ്വർഗം എന്നാണ്. അയ്യോ, എത്ര ഹാപ്പിനെസ് ആണെന്നറിയാം. അതിന്റെ പ്രത്യേകത എന്തുവാ? മുത്തുമയമായി വിളങ്ങും പട്ടണമാണത്, പുത്തനെറുശലേം പുരം തത്ര ശോഭിതം, വീതി സ്വച്ഛ സ്ഫടികതുല്യം തങ്ക നിർമ്മിതമാ പട്ടണം. അതിന്റെ ഭംഗി വർണ്ണ്യമല്ലഹോ, ഭംഗി വർണ്ണ്യമല്ലഹോ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വപൂരമാണെന്റെ. ഓ എന്റെ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം. ഞാൻ പറന്നു പ്രിയരോട് വിശ്രമിച്ചിടും. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസോപൂരമാണ് എന്റെ. ഓ എന്റെ നിത്യമാണ്, ഓ എന്റെ നിത്യമാണ്. എത്ര സുന്ദരമായ സ്ഥലം, പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. കണ്ടിട്ടുണ്ടോ അമ്മാതിരി സ്ഥലങ്ങൾ? പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ ഇല്ല. കണ്ണുനീരില്ലാത്ത സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അമേരിക്കയിൽ പോയ രക്ഷപ്പെടുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇല്ല, ചെന്നാൽ അറിയത്തുള്ളൂ, കണ്ണുനീരാണ് പലയിടത്തും. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊക്കെ ചെന്നിട്ടുള്ളവർക്കറിയാം, എപ്പോഴും ഹാപ്പിനെസ് അല്ല, കണ്ണുനീരാണ്. എന്നാൽ കണ്ണുനീരില്ലാത്തൊരു സ്ഥലമുണ്ടെങ്കിൽ, അയ്യോ, ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നിത്യജീവനും സ്വർഗരാജ്യവുമാണ്. നിങ്ങൾ പരമാർത്ഥം പറഞ്ഞാൽ ഈ ലോകത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ ദൈവമക്കളെ ഉള്ളൂ. അതാ ഈ ആ സ്നേഹത്തിന്റെ പ്രകടനമാണ് ഞങ്ങളുടെ യോഗം. ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ, ഇത് എത്ര നാളത്തെ കരച്ചിലറിയോ? വിളിച്ചിട്ട് നാളുകളായി. ഇടയ്ക്ക് വീണ്ടും വീണ്ടും റിമൈൻഡർ, പാസ്റ്ററെ മേനകുളം, പാസ്റ്ററെ മേനകുളം, പാസ്റ്ററെ മേനകുളം. ഇന്ന് 5 മണിക്ക് വിളിച്ചു, എവിടെ എത്തി? പാസ്റ്ററെ മേനകുളം. ഇന്നലെ ചോദിച്ചു, പാസ്റ്ററെ നാളെയാണ് നമ്മളെ മേനകുളം. ഇങ്ങനെ എത്ര ദിവസത്തെ കാത്തിരിപ്പും കഷ്ടപ്പാടാണെന്നറിയോ? നിന്റെ പിന്നിലെ റീസൺ എന്താണ്? നരകത്തിൽ ചെന്ന് നീ അയ്യം വിളിക്കരുത്, സ്വർഗരാജ്യത്തിൽ കർത്താവിന്റെ കൂടെ വസിക്കണം. ഇന്ന് രാത്രി സന്തോഷങ്ങൾ ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഈ ലോകം ശാശ്വതമല്ല, ഭൂമി ശാശ്വതമല്ല. ഇവിടെ ആർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല പ്രിയരെ. നരകത്തിലോ സ്വർഗത്തിലോ നീ അവസാനിക്കും. നരകത്തിലല്ല, സ്വർഗത്തിൽ ചെല്ലാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. അപ്പൊ ഇന്ന് രാത്രിയിലെ ചിന്ത, സ്വർഗരാജ്യത്തിൽ എങ്ങനെ പാർക്കാം? അത് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുമോ? അതാ ഞാൻ പറഞ്ഞത്, ഇല്ല, പൈസ കൊടുത്താൽ വാങ്ങാൻ പറ്റില്ല. തെളിവുണ്ടോ? തെളിവുണ്ട്. തൊട്ടടുത്ത വാക്യം നോക്കിക്കോ, 16-ാമത്തെ വാക്യം. ഒരു ഉപമയും യേശു പറഞ്ഞത്. ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായിട്ട് വളർന്നു. അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു, എന്റെ വിളവ് കൂട്ടിവെക്കാൻ സ്ഥലം പോരാ എന്നുള്ളിൽ പറഞ്ഞു. എന്നിട്ട് അവൻ പറയാണ്, ഞാൻ ഇത് ചെയ്യും. എന്ത് ചെയ്യും? എന്റെ കളപ്പുരകൾ പൊളിച്ച് പണിത്, വലിയവ പണിത്, എന്റെ വിളവും വസ്തുവക എല്ലാം അതിൽ കൂട്ടിവെക്കും. എടുത്തെന്റെ ഭൂമി നന്നായിട്ട് ഒഴിഞ്ഞ് കാശ് ഒത്തിരിയായി, പുള്ളിക്ക് ടെൻഷൻ, എന്തോ ചെയ്യും. എന്നിട്ട് പുള്ളി പറയാണ്, ഞാൻ ഇത് ചെയ്യും. എന്ത് ചെയ്യും? ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങും, സ്റ്റേറ്റ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങും, HDFC അക്കൗണ്ട് തുടങ്ങി, എന്റെ കളപ്പുരകൾ വിശാലമാക്കി എല്ലാം ഞാൻ അത് കൊണ്ടിടും, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് പറയാണ്, ഞാൻ എന്നോട് തന്നെ പറയും, അനവധി സമ്പത്ത് സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു, തിന്നുക, കുടിക്കുക,
ആനന്ദിക്കുക ഇങ്ങനെ പറയും. ഇന്നോ കുടിച്ചോ അങ്ങ്. അടുത്ത വാക്ക് പുള്ളിക്കാരനെ തപ്പനെ വിളിച്ച് വിളി കേൾക്കണോ? മൂടാന്ന മൂടോ, ഹായ് ബ്രദർ മൂടൻ, അങ്ങനെ വിളിച്ച മൂടോ. നമ്മളെന്താ പറയുന്നത്? ഭാഗ്യവാനാ, കണ്ടോ ഭാഗ്യവാനാ. പണ്ട് ഒരു മുണ്ട് പോലും ഇല്ലാത്തൊരു മനുഷ്യൻ ചോർത്ത് കൊടുത്ത് നടന്നുപോയ ആളാണ്. കേട്ടോ ഇല്ലു വീട് ഭാഗ്യവാനാ. പക്ഷെ തമ്പുരാന്റെ വിളി കേൾക്കണോ? മൂടോ. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ വിളിച്ചേ? ഒന്ന്, ഈ മനുഷ്യൻ ദൈവം എന്നൊരു വാക്ക് പോലും മിണ്ടുന്നില്ല. നോക്കിയാൽ അറിയാം, ദൈവത്തിന്റെ വേട് പറയുന്നില്ല. ബൈബിളിൽ പറയുന്നത് യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, മനുഷ്യന്റെ അധ്വാനത്തിന് അതിനോട് ഒന്നും കൂട്ടാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ പുള്ളി കൊടുത്ത ദൈവമാണെങ്കിലും ദൈവം എന്നൊരു വാക്ക് മിണ്ടുന്നില്ല. ഇഷ്ടംപോലെ ഉണ്ട്, തന്നത് ദൈവമാണ്, അറിയത്തില്ല, മിണ്ടുന്നില്ല. അപ്പൊ ദൈവത്തെ മറന്നു. അതാ മൂടാ, ദൈവത്തെ മറന്നു. അയാൾ പറഞ്ഞ വാക്ക് കേൾക്കണം. ഏറിയ ആണ്ടുകൾക്ക് അനവധിയായതുണ്ട്, നീ തിന്നുക കുടിക്കുക ആനന്ദിക്കുക. ഞാൻ ചോദിച്ചു എത്ര നാളുകൾ? ഏറിയ ആണ്ടുകൾ. ഞാൻ ചോദിച്ചു വർഷം പറ. വർഷമില്ല, ഏറിയ ആണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നത് എന്തുവാ? 70 വർഷം ഏറെയായാൽ പുള്ളി അപ്പൊ രണ്ടാമത്തെ മൂട വിളിക്ക് കാരണം അറിയാവോ? മരണം മറന്നു. ഇവിടെ നോക്കി മരണം മറന്നു. മരിക്കും എന്നുള്ള ചിന്ത വിട്ടു. മരിക്കത്തില്ലേ? നമ്മളെല്ലാം മരിക്കും. ഞങ്ങൾ പണ്ട് പരിശോധനയൊക്കെ പോകുമ്പോ പാടുന്നൊരു പാട്ടുണ്ട് കേട്ടു. മനുഷ്യാമി മണ്ണാകും, മണ്ണോട് ചേർന്നിടും, ധരയിൽ നീ ഒരു യാത്രികൻ, സ്വർഗം അകതാരിൽ കരുതിയിടേണം. കേട്ടിട്ടുണ്ടോ? പഴയൊരു പാട്ടാണ്. മനുഷ്യാമി മണ്ണാകും, മണ്ണോട് ചേർന്നിടും, ധരയിൽ നീ ഒരു യാത്രികൻ, സ്വർഗം അകതാരിൽ കരുതിയിടേണം. അടുത്ത ലൈനൊക്കെ സ്വല്പം അറിയാം, അത് ഞാൻ പാടും. താഴ്മയായിടണം നിന്റെ സിംഹാസനം, യാഗമായിടണം നിന്റെ സമ്പാദ്യം. താഴ്മയായിടണം നിന്റെ സിംഹാസനം, യാഗമായിടണം നിന്റെ സമ്പാദ്യവും. മനുഷ്യാമി മണ്ണാകും, മണ്ണോട് ചേർന്നിടും, ധരയിൽ നീ ഒരു യാത്രികൻ, സ്വർഗം അകതാരിൽ കരുതിയിടണം. 2014 ഓഗസ്റ്റ് മാസം 19-ാം തീയതിയായിരുന്നു എനിക്ക് ഈ ഭൂമി ജന്മം നൽകിയ എൻ്റെ അപ്പൻ TP പൗലോസിന്റെ ശവസംസ്കാര ശുശ്രൂഷ. IPC ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ കുമ്പനാട് സെന്റർ എരുമക്കാട്ട് IPC സഭയിലെ മെമ്പറായിരുന്നു എൻ്റെ ഫാദർ TP പൗലോസ് കുഞ്ഞുമോൾ. എൻ്റെ പപ്പ മരിച്ചു. അന്നത്തെ സെന്ററിന്റെ അസോസിയേറ്റ് പാസ്റ്റർ TJ മോനിച്ച് TJ എബ്രഹാം അവർ വന്ന് എൻ്റെ പപ്പയുടെ ബോഡി വീട്ടിൽ നിന്നെടുത്ത് എരുമക്കാട്ട് IPC ചർച്ചിന്റെ സെല്ലിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു. ഇപ്പോ 12 വർഷമായി. പണ്ട് അനിസ്പ്രേ എന്ന് പറയുന്ന ഒരു പാൽപ്പൊടിയുടെ പരസ്യം ഉണ്ടായിരുന്നു. പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പണ്ടത്തെ അനിസ്പ്രയുടെ ഒരു പരസ്യമാണ്. പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. അതുപോലെ അയക്കാണ്. അവിടെ പൊടി പോലും കാണാൻ 6 സെല്ലേ അവിടെ ആകെ ഉള്ളൂ. ഈ അച്ചാച്ചനെ കൊണ്ട് വെച്ചതിന് ശേഷം അടുത്ത ദാനിയേൽ വരുമ്പോൾ ഈ ദാനിയേലിനെ കുത്തി അപ്പുറത്തോട്ട് ഇട്ടേച്ച് അടുത്ത ദാനിയേലിനെ കൊണ്ടുവെക്കും. അദ്ദേഹത്തെ കുത്തി അടുത്ത് അങ്ങോട്ട് ഇട്ടേച്ച് അടുത്ത ദാനിയേലിനെ കൊണ്ടുവെക്കും. 50 കുടുംബത്തിന് 6 സെല്ലേ ഉള്ളൂ ആകെ. കുത്തിയിടുക, ദാനിയേലിനെ കൊണ്ടുവെക്കുക. പൊടി പോലും ഇല്ല. ഇവിടെ നോക്കി മണ്ണായി പോകും. എത്ര മസിൽ പിടിച്ചാലും മണ്ണാവും. മരണം മറന്നു. ഇനി അതിനുശേഷമുള്ള നിത്യതയെക്കുറിച്ച് വാക്ക് മിണ്ടുന്നില്ല. മരണത്തിനപ്പുറം എന്തുവാ ആർക്കും അറിയത്തില്ല. പുക പോലെ പുള്ളി നിത്യതയെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. നിത്യത മറന്നു, ദൈവത്തെ മറന്നു, മരണം മറന്നു, നിത്യത മറന്നു. എന്നിട്ട് അടുത്തത് എന്നോട് തന്നെ. ഞാൻ ചോദിച്ചു വീട്ടിൽ വേറെ ആരും ഇല്ലയോ? ഉണ്ട്, മറന്നുപോയി. അച്ഛനുണ്ടോ? ഉണ്ട്, മറന്നു. എന്നോട് തന്നെ. നിനക്ക് അനവധി സമ്പത്തുണ്ട്, നീ തിന്നെ, നീ കുടിക്ക്, നീ ആനന്ദിക്ക്. ഞാൻ ഈ വീട്ടുകാരോ അല്ല, മറന്നു. എല്ലാം മറന്ന് നിൽക്കുന്നവരോട് തമ്പുരാൻ ചോദിക്കുക, ഇന്ന് രാത്രി നിന്റെ പ്രാണനെ ഞാൻ പിടിച്ചാൽ നീ ഒരുക്കി വെച്ചതാക്കാകും. ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ ഗതി ഇതാണ്. ഇന്ന് രാത്രി ഞാൻ തുറന്നു പറയുന്നു, പ്രിയരേ, നിത്യജീവൻ പണം കൊടുത്തു വാങ്ങാൻ കഴിയുന്നതല്ല സ്വർഗരാജ്യം. ഇതുകൊണ്ട് മേടിക്കാൻ പറ്റത്തില്ല. എന്ന് രാത്രി വിശ്വസിക്കുന്ന ചേർന്ന് കരമുയർത്തി ഒരുമിച്ച്
ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഞാൻ പലയിടത്തും പറഞ്ഞൊരു എക്സാമ്പിളാണ് ധനവാനും ലാസറും. എല്ലാവർക്കും അറിയാവുന്നൊരു കഥാപാത്രം. എനിക്ക് ധനവാനെയൊക്കെ സത്യം പറഞ്ഞ യാതന സ്ഥലത്തായി പോയല്ലോ എന്നൊരു വിഷമേ ഉള്ളൂ. സ്തോത്രം. ഒത്തിരി നല്ല ക്വാളിറ്റി ഉള്ള ആളായിട്ടാണ് ഞാൻ ധനവാനെ കണ്ടേക്കുന്നത്. ധനവാനിൽ ലാസർ, ധനവാനിൽ ലാസർ. ധനവാന്റെ ക്വാളിറ്റി എത്ര ഭയങ്കരം അറിയും. നല്ല ക്വാളിറ്റി ഉള്ള ആളാണ്. മനുഷ്യനെ ഭയങ്കര ചാരിറ്റി മെന്റാലിറ്റി ഉള്ള ആളാണ്. ചാരിറ്റി. ലാസർ എന്ന് പറയുന്ന ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചു കിടക്കാൻ സ്ഥലമുണ്ടോ? ഇവിടെ പറഞ്ഞ് കിടക്കാൻ പോയിട്ട് ഒന്നിനും സ്ഥലമില്ല. കമോൺ ദിനം പ്രതി ആഡംബരപൂർവ്വം കൊട്ടാരത്തിൽ പാർക്കുന്ന ആളോട് ആള് പറയുകയാണ്, മോനെ നീ വന്നു വെച്ച് ഞങ്ങളുടെ ആ സിറ്റൗട്ടിൽ കിടന്നോളാം. ഏതാ കൊട്ടാരത്തിന്റെ സിറ്റൗട്ടിൽ ലാസറിനെ കിടക്കാൻ സ്ഥലമുണ്ടോ? ഇല്ല. കമോൺ മോനെ വാ കിടക്ക്, ഇവിടെ നീ സിറ്റൗട്ടിൽ കിടന്നോളാം. എന്റെ ദൈവമേ, കൊട്ടാരത്തിന്റെ സിറ്റൗട്ടിൽ കിടത്തുമോ ഒരു രോഗിയെ? നമ്മളാണെങ്കിലേ കൈയൊന്നും പൊക്കരുത്, കിടത്തത്തില്ല. പ്രാർത്ഥിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ട് ആക്കിയിട്ട് പറയും ഞാൻ ചെലവിന് കൊടുത്തേക്കാം, അവിടെ പ്രാർത്ഥിപ്പിച്ചോ, ഗാന്ധി ഭവൻ അവിടെ വെച്ചോ, ഞാൻ കാശ് തന്നേക്കാം. വീട്ടിൽ കിടക്കത്തില്ല. പക്ഷെ ധനവാനോ എന്നാ മനുഷ്യനാന്നുണ്ട്. എന്നിട്ട് ഫുഡ് കൊടുത്തു. എത്ര നാൾ? മരിക്കുന്നവരെ കൊടുത്തു. എവിടുത്തെ ഫുഡ്? മേശേന്ന് വീഴുന്ന ഫുഡ്. മേശേന്ന് കഴിക്കുമ്പോൾ താഴെ വീഴുന്ന ഫുഡല്ല, ബാലൻസ്. പുള്ളി എന്താ കഴിച്ചത്? എന്തായാലും ധനവാൻ ആ തോരനും മോരൊന്നും അല്ലല്ലോ. ചില്ലി ചിക്കൻ. ഓക്കെ, ചില്ലി ചിക്കൻ. ബാക്കി ചില്ലി ചിക്കൻ ലാസർ. ധനവാനല്ലേ, അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ബാക്കി ലാസർ. നല്ല ഭക്ഷണം. മരണം വരെ കൊടുത്തു. ഒരാഴ്ച രണ്ടാഴ്ചയൊന്നും അല്ല, മരണം വരെ. നമ്മൾ ഈ സ്നേഹോട്ടെന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ വേണ്ടി ഒരു മാസം ചെന്നാലേ പറയാം അവരുടെ ഫേസ് ഒക്കെ. ഇത് മരണം വരെ കൊടുക്കും, കഴിച്ചു മരണം വരെ. ഇനി അടുത്ത കാര്യം കേൾക്കണം. 5 പ്രദേശം ഉണ്ടായിട്ട് ഈ 5 പ്രദേശത്തിൽ ഒരാളോട് പോലും പറഞ്ഞില്ല ഒരാഴ്ച നോക്കാവോ എന്നാണ്. ലാസർ ഞങ്ങളുടെ പിള്ളേരൊക്കെ വന്നുകൊണ്ട് കറങ്ങാൻ പോവാം, ഊട്ടി കൊടൈക്കനാൽ. ഇയാൾക്ക് ഫുഡ് കൊടുക്കാൻ ആരുമില്ല. ഒരാഴ്ച 5 സഹോദരന്മാരോട് ഒരാളോട് പോലും ചോദിച്ചില്ലല്ലോ ഒരാഴ്ച നോക്കാവോന്ന്. എന്നെ മനുഷ്യനായി മനുഷ്യൻ. ഇനി കേൾക്കണം, 2 പേരും മരിച്ചു. ഒരാൾ നേരെ പർദീസിലേക്കും മറ്റേ പുള്ളിക്കാരൻ നേരെ താഴെയും. നിങ്ങൾക്ക് ആശ്ചര്യം തോന്നിയത് ചാരിറ്റി കൊടുത്തവൻ താഴെയും ചാരിറ്റി മേടിച്ചവൻ സ്വർഗത്തിലും. സ്കൂൾ ബാഗ് കൊടുത്തവൻ താഴെ, സ്കൂൾ ബാഗ് മേടിച്ചവൻ മേളിൽ. എന്നോട് ഉണ്ടോ? മനസ്സിലാകുന്നു. ചാരിറ്റി കൊണ്ടൊന്നും മേളിൽ പോകത്തില്ലെന്നുള്ള ഏറ്റവും വലിയ സിമ്പിളാണ്. ഞെട്ടിപ്പോയി മനുഷ്യൻ. താഴെ ചെന്നിട്ട് മേലോട്ട് നോക്കിയപ്പോഴാ ചങ്ക് പിടഞ്ഞു. എടാ നമ്മളെ വീട്ടിൽ പാർത്ത ആളല്ലയോ? ആണോ? ഓ മേളിലാണ്. ഞാൻ താഴെ ചങ്ക് പിടയും. അതായത് ചർച്ചിലൊക്കെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ വാല്യം ഉണ്ട്. കുഞ്ഞുമാമിക്ക്, ബേബിച്ചായന്, കുഞ്ഞാൻചായന്, ഇങ്ങനെ ഓരോ വാല്യം ഉണ്ട്. ഒരു വാല്യം കൊടുക്കാത്തവരായിരിക്കും സ്വർഗത്തിലെ ഹീറോസ്. ഞെട്ടിപ്പോയി മനുഷ്യൻ. എന്നിട്ട് ചോദിച്ചു, ഒരു ശകലം വെള്ളം തരാമോ? നാക്കിൽ ലാസറിന്റെ വിരലെ തൊട്ടൊരു സ്വല്പം വെള്ളം. അതിന്റെ ക്വാളിറ്റി. നായ്ക്കൽ വ്രണം നക്കുന്നയാളായിരുന്നു എന്നറിഞ്ഞിട്ടും അയാളെ കയ്യിൽ നിന്നൊരു ശകലം വെള്ളം കുടിക്കാൻ കാണിച്ചൊരു മനസ്സ്. അവന്റെ കയ്യിൽ നിന്നൊരു, അബ്രഹാം പിതാവിന്റെ കയ്യിൽ നിന്നല്ല, ലാസറിന്റെ കയ്യിൽ നിന്നൊരു സ്വല്പം. നായ്ക്കൽ നക്കിയവനാണെന്ന് അറിഞ്ഞിട്ടും വെള്ളം കുടിക്കാനുള്ള ആ മനസ്സ് കണ്ടു. ഇനി ആ പറഞ്ഞ് നടക്കത്തില്ല. ഇത് സൂമ് പോലെ കാണാനേ പറ്റും, കൊടുക്കവാങ്ങലൊന്നുമില്ല. സൂമ് പോലെ. സ്തോത്രം. പറഞ്ഞ അടുത്ത വാക്ക്, എന്നാ ഒരു കാര്യം ചെയ്യാമോ? ചോദിച്ചതെന്തുവാ? എന്നാൽ ലാസറിനെ എന്റെ വീട്ടിലോട്ട് വിടാവോ? ചോദിച്ചതെന്തിന്? 5 സഹോദരന്മാരുണ്ട്. ഇയാളിൽ നിന്ന് പറയുകയാണെങ്കിൽ അവരങ്ങോട്ട് വന്നോളും, അല്ലെ അവരോട് ഇങ്ങോട്ട് വരുമെന്ന്. എന്റെ ചിന്ത, ചത്തിട്ടും സഹോദര സ്നേഹം കണ്ടോ? ഞാനോ ഈ തീക്കകത്ത് അവർ കുഞ്ഞാൻ പോകട്ടെ, മേടിച്ചാൻ പോകട്ടെ, മേടിച്ചാൻ പോകത്തി ഞാൻ അനുഭവത്തിൽ മേടിച്ചു. ചത്തിട്ടും ആ സ്നേഹം കണ്ടു. ഇത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള ആള് ചെന്ന സ്ഥലം യാതനാ സ്ഥലമാണെങ്കിൽ അറുത്ത കൈക്കുപ്പ തേക്കാത്ത, സഭായോഗത്തിന് കൃത്യസമയത്ത് ചെല്ലാത്ത, കൈയടിക്കാത്ത, പാട്ടുപാടാത്ത, ബൈബിൾ കയ്യിൽ കൊണ്ടുവന്ന തുറക്കാത്ത സഹോദരന്റെ ഒരു ആരാധിക്കണമെന്ന് പേടിച്ചിട്ട് വിഷമിച്ചിട്ട് ചർച്ച മാറി പോയി വേറെ ചർച്ചിലേക്ക് ആരാധിക്കുന്ന നമ്മൾ യാതനാ സ്ഥലത്ത് എടുക്കുമോ എന്ന് ചോദിക്കണം. നിങ്ങൾ 5-6 പേര് യാതനാ സ്ഥലത്തോട്ട് വരുന്നുണ്ട്, എടുക്കുമോ? അവിടെ എടുക്കുമോ എന്ന് ചോദിക്കണം. മനസ്സിലായി അല്ല? ഞാൻ പറഞ്ഞ എന്റെ പ്രിയരെ, എന്നോട് പരിശുദ്ധാത്മ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ദേശം ഉണരും. നമ്മുടെ ദേശം എന്നോട് പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന മുറി സംസാരിച്ചിട്ട് ഞാൻ ഈ നാളിൽ പ്രസംഗിക്കുന്ന പ്രസംഗമെല്ലാം നിത്യതയെക്കുറിച്ചാണ്. എവിടെ ചെന്നാലും അത് മാത്രം എന്റെ ടോപ്പിക്ക്, നിത്യതയെക്കുറിച്ച് മാത്രം. എന്നോട് ദൈവം എന്റെ പ്രയർ റൂമിൽ സംസാരിച്ചതാ. ഇന്നത്തെ മൂഢതയും മന്ദതയും ഒക്കെ മാറി ദൈവസഭ ഉണർത്തപ്പെടും, ദേശം ഉണർത്തപ്പെടും. എന്നോട് സ്വർഗ്ഗം സംസാരിച്ചതാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ചേർന്ന് പണം കൊടുത്ത് വാങ്ങാമായിരുന്നെങ്കിൽ ധനവാൻ വാങ്ങിയേനെ. നിങ്ങൾക്കറിയാമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വിദ്യാഭ്യാസമോ വിവരമില്ലാത്ത
അജ്ഞരായ വിജ്ഞരുണ്ട്, വിജ്ഞരായ അജ്ഞരുണ്ട്. വിദ്യാഭ്യാസമോ വിവരമോ ഒന്നുമില്ലെങ്കിലും നല്ല അറിവുള്ളവരുണ്ട്. അതിനകത്ത് ഒരാളുടെ പേരാണ് ലാസർ. ഭക്ഷണം വാങ്ങി കഴിക്കുന്നവനാണെങ്കിലും അവൻ നിത്യത പിടിച്ചു, ഇത് കൊടുക്കുന്നവനാണെങ്കിലും നിത്യത മറന്നു. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. പിന്നെ എങ്ങനെ നമുക്ക് മേടിക്കാം? സമൂഹത്തിൽ നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, മേടിക്കാൻ പറ്റുമോ? അങ്ങനെ കിട്ടത്തില്ല. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ ഒരാളെ പരിചയപ്പെടുത്തുന്ന പേര് കൊർന്നല്യോസ് എന്നാണ്. അയാളെ കുറിച്ചുള്ള ബൈബിൾ എക്സ്പ്ലനേഷൻ, അവൻ ഭക്തൻ എന്നാണ്. ഞെട്ടിപ്പോയി. അത് പറഞ്ഞത് സെൻട്രൽ ക്ലാസ് അല്ല, പരിശുദ്ധാത്മ പറയാണ് കൊർന്നല്യോസ് ഭക്തൻ. ഇത് പ്രസ്ഥാനം പറഞ്ഞല്ല, ബൈബിൾ സാക്ഷീകരിക്കാം. ഭക്തനാണ്. ഭക്തൻ കൊർന്നല്യോസ്. 2, തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ എന്ന് പറഞ്ഞാൽ അമ്മാമിക്ക് ദൈവത്തിന്റെ ഭയം, പിള്ളേർക്ക് ദൈവഭയം, എല്ലാവർക്കും ദൈവത്തെ ഭയം. ഇന്ന് അങ്ങനെ കാണാനില്ല. പക്ഷെ ബൈബിൾ പറഞ്ഞ ആള് ഭയങ്കര ദൈവഭക്തനാണ്, ദൈവത്തെ ഭയപ്പെടുന്ന ആളാണ്. 3, ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നു. വർഷത്തിലൊരു സ്കൂൾ കിറ്റല്ല, വളരെ ധർമ്മം, ചാരിറ്റി ഇങ്ങനെ കൊടുക്കുന്നവൻ. ചാരിറ്റി, ധർമ്മം, വളരെ ധർമ്മം ചെയ്തു. 4-ാമത്തെ പ്രത്യേകത കേൾക്കണോ? എപ്പോഴും പ്രാർത്ഥിക്കും. എനി ടൈം പ്രയർ, എനി ടൈം. എന്നോട് നിങ്ങളുണ്ടോ? കലമിത്തി സ്തോത്രം ഉണ്ടോ നോക്കട്ടെ, ഉണ്ടോന്ന് അറിയണം. തലയ്ക്ക് മേലെ കൈ പൊക്കിക്കുക, നോക്കട്ടെ വെറുതെയാണോ കത്തിക്കുന്നത്. നിങ്ങളുടെ കൂടെ എല്ലാവരും കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, എനി ടൈം ആള് പ്രയറാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. വൈകുന്നേരം ആകുമ്പോഴും അങ്ങനെ തന്നെ. മിക്കവാറും പേരുടെ പ്രാർത്ഥനകൾ നമുക്ക് ബൈകാട്ടാം. കർത്താവേ, എനിക്ക് നിന്നെ അറിയാം, നിനക്ക് എന്നെയും അറിയാം. ഗ്ലോറി. രണ്ടുപേർക്ക് തമ്മിൽ പരസ്പരം അറിയാത്തതുകൊണ്ട് ഞാൻ അധികം ഉറക്കളയ്ക്കുന്നില്ല, ഞാൻ എന്നെ കിടക്കുക എന്ന് പറഞ്ഞാൽ മലക്ക് വയ്ക്കുന്നു. നേരം വിളിക്കുമ്പോൾ അതൊക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എനി ടൈം, എവറി ടൈം പ്രയർ. ഇങ്ങനെ എപ്പോൾ ബൈബിൾ കള്ളത്തരം പറയില്ല. പിന്നെ പറയുന്നവൻ നീതിമാനായിരുന്നു, ഭക്തനാണ്. പക്ഷേ listen to me, listen. ഈ ക്വാളിഫിക്കേഷൻസ് കൊണ്ട് മാത്രം സ്വർഗരാജ്യത്തിൽ പോകുമായിരുന്നെങ്കിൽ കർത്താവ് പറയത്തില്ല, യോപ്പയിലേക്ക് ആളയച്ച പത്രോസ്, ശീമോൻ എന്ന മറുപേരുള്ള പത്രോസിനെ വിളിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിപ്പാനുള്ള ദൂത് അയാൾ നിന്നോട് സംസാരിക്കും എന്ന് പറയത്തില്ല. മനസ്സിലായവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ദാനധർമ്മങ്ങൾ ആപത്തുകൾ തടയും, അതല്ലാതെ നിത്യജീവൻ ലഭ്യമാക്കില്ല. ഇല്ല പ്രിയരെ. പലർക്കും ഒരു ധാരണയുണ്ട്, പള്ളി ഭക്തി കൊണ്ട് സ്വർഗത്തിൽ പോകാൻ. അങ്ങനെ എന്തിനാണ് നിങ്ങളെ കളിപ്പിക്കുന്നത്? അങ്ങനെ സാധ്യമല്ലെന്നാ ബൈബിൾ പറയുന്നു. എന്തിനാ കളിപ്പിക്കുന്നു? സാരമില്ല അച്ഛാ, നമുക്ക് നോക്കാം അച്ഛാ. ചുമ്മാ എന്തിനാ കളിപ്പിക്കുന്നു? അതിന് കിട്ടത്തില്ലെന്ന് ബൈബിൾ പറയും. സ്തോത്രം. ചാരിറ്റി കൊണ്ട് സ്വർഗത്തിൽ കൊണ്ട് വീട് വലിക്കത്തില്ല, കല്ല് കുടിക്കത്തില്ല, മാസാമാസം സഹായം സ്വർഗത്തിൽ അങ്ങനെ പോകത്തില്ല. അങ്ങനെ പോകുമായിരുന്നെങ്കിൽ കൊർന്നല്യോസ് പോയനെ. ഭക്തൻ, പ്രാർത്ഥിക്കുന്നവൻ, ദൈവഭയമുള്ളവൻ, ധർമ്മം കൊടുക്കുന്നവൻ, നീതിമാൻ. പക്ഷെ പറഞ്ഞു, നീ പത്രോസിനെ വിളിക്കുക. എന്തിനാ? നീയും നിന്റെ സകല കുടുംബവും രക്ഷപ്പെടാനുള്ള ദൂത് സംസാരിക്കും. അയാൾ സംസാരിച്ചിട്ട് കേട്ടിട്ട് അവർ കുടുംബം ഉടച്ച് സ്നാനപ്പെട്ടു. കുടുംബം ഒന്നിച്ച് സ്നാനപ്പെട്ടപ്പോഴാണ് രക്ഷ സ്ട്രോങ് ആയത്, അല്ലെങ്കിൽ ഉറപ്പായത്. മനസ്സിലായവർക്കായി ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ സോഷ്യൽ സ്റ്റാറ്റസ് കൊണ്ട് നിത്യജീവൻ ലഭ്യമാകുകയില്ല. ഇനി നല്ല കുടുംബത്തിൽ ജനിച്ചാലോ? അങ്ങനെ ചില ആൾക്കാർ ചിന്തിക്കും, ഞങ്ങളെ പാരമ്പര്യമാണ്, ഞങ്ങൾ 4-ാമത്തെ തലമുറയാണ്, പാരമ്പര്യത്തിന്റെ അങ്ങനില്ല. മത്തായി പറയുന്നത്, അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയാൻ നിങ്ങൾ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് സന്തതിയെ ഉളവാക്കുവാൻ എനിക്ക് കഴിയും. അർത്ഥാൽ നല്ല കുടുംബത്തിൽ ജനിച്ച കൊണ്ടോ, നല്ല പാരമ്പര്യമുള്ളത് കൊണ്ടോ, സമൂഹത്തിൽ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളത് കൊണ്ടോ, സമ്പത്തുള്ളത് കൊണ്ടോ ദൈവത്തിന്റെ കൂടെ നിത്യജീവൻ കരസ്ഥമാക്കി സ്വർഗത്തിൽ പാർക്കാൻ കഴിയത്തില്ലെന്നാണ് ഇന്ന് രാത്രി മെസ്സേജ് നമുക്ക് നൽകി തരുന്നത്. മനസ്സിലായ എത്ര ദൈവമക്കളുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ മനസ്സിലായവർക്ക് കർത്താവിനെ സ്തുതിക്കും. ഒരിക്കൽ കൂടി ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ച് ഒരു 2 മിനിറ്റ് കരം ഒന്നടിച്ച് ഒരുമിച്ച് കർത്താവിനെ നിറവിച്ച് എവരിബഡി ഒരു 2 minutes കരമടിച്ച് കർത്താവിനെ ഒരുമിച്ച് സ്തുതിച്ച്. Hallelujah. 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 Praise the Lord. ഇല്ല, ഇതുകൊണ്ടൊന്നും രക്ഷ കിട്ടത്തില്ല, നിത്യജീവൻ കിട്ടത്തില്ല. ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാൻ സമയം പോകുന്നു. പക്ഷെ എങ്ങനെയാണ് നിത്യജീവൻ കിട്ടുന്നത്? അതുകൊണ്ട് പറഞ്ഞാൽ പ്രസംഗം പൂർത്തിയാക്കും. നിങ്ങൾക്കറിയാമോ?
മലകൾ കയറിയാൽ കിട്ടുകില്ല. മനെ വായിക്കണേ, വായിക്കണം. ഓ ക്രിയകൾ നടത്തിയാൽ നേടുകില്ല. കേട്ടിട്ടുണ്ടോ? മലകൾ കയറിയാൽ കിട്ടുകില്ല, ഇല്ല. ക്രിയകൾ നടത്തിയാൽ നേടുകില്ല. പിന്നെ നന്മകൾ, നോമ്പുകൾ, നേർച്ചകൾ, കാഴ്ചകൾ, ഇവയാലൊന്നും രക്ഷ സാധ്യമല്ല. പിന്നെ എങ്ങനെ? ഓ കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അത് ദാനം, ദാനം, ദാനം. ഓ കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അത് ദാനം, ദാനം. കരമീത്ത് ഒരുമിച്ച് സ്തോത്രം എന്ന് പറഞ്ഞ കർത്താവിനെ സ്തോത്രം. നോക്കിക്കോ, ഈ ലോക ജീവിതത്തിൽ നേടുക. അതല്ലായി നിന്റെ മരണശേഷം അവസരങ്ങളില്ല സോദര. ഇപ്പം നേടിക്കോ, മരിച്ചാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. ആര് കൊണ്ട് എവിടെ കൊണ്ട് എന്തിട്ടാലും നിന്നെ പൊക്കാൻ പറ്റില്ല. അതാ ഈ ലോക ജീവിതത്തിൽ നേടുക. നിന്റെ മരണശേഷം അവസരങ്ങളില്ല സോദര. പിന്നെ നരകശിക്ഷയിൽ നിന്ന് വിടുതൽ നേടുവാൻ ഇന്ന് വരിക രക്ഷകന്റെ സന്നിധി. ഓ കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അത് ദാനം, ദാനം, ദാനം. ഓ കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അത് ദാനം, ദാനം, ദാനം. ഓ രക്ഷകന്റെ സന്നിധി ചെല്ലുക, നിന്റെ പാപമല്ല തന്നെ മുൻപിൽ ചൊല്ലുക. ഓ രക്ഷകന്റെ സന്നിധി ചെല്ലുക, നിന്റെ പാപമല്ല തന്റെ മുൻപിൽ ചൊല്ലുക. തന്റെ യാഗമൂലം ഇന്ന് നിന്റെ പാപമെല്ലാം പോക്കി നിന്നെ ദൈവമൈതലാക്കി മാറ്റുന്നേ. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല. ഓ അത് ദാനം, ദാനം, ദാനം. ഓ കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല. ഓ അത് ദാനം, ദാനം. വീണ്ടും ആ പാട്ട് പാടും. കാരണം പിന്നീട് നിങ്ങൾക്കൊരു ഖേദം ഉണ്ടാകരുത്. നമ്മൾ ഇനി എപ്പോഴാണ് ഇവിടെ ഒരുമിച്ച് കൂടുന്നത് അറിയത്തില്ല. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഈ ഗ്രൗണ്ടിൽ കൂടിയേക്കുക. ഇത് എത്ര സുന്ദരമായ സമയങ്ങൾ. ഈ മേനംകുളത്തിന്റെ സെന്ററിൽ ഇത്രയും ജീവനുള്ള ദൈവമക്കൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുക. നമ്മളിങ്ങനെ സ്തോത്രം പറയുന്നത് ഇങ്ങനെ അന്തരീക്ഷത്തിലോട്ട് വരും. അന്യഭാഷ പറഞ്ഞാൽ അതിങ്ങനെ കയറി വരും. കരമടിച്ചാൽ അതിന്റെ ഇത്രയും പേര് ഒരുമിച്ച് ചേർന്ന് ആത്മാവിൽ നൃത്തം ചെയ്തൊന്ന് ആരാധിച്ചാൽ ആ പ്രസൻസ് ഇങ്ങനെ പകരപ്പെടും, അന്തരീക്ഷത്തിലോട്ട് വരും. എത്രവർക്ക് ആഗ്രഹമുണ്ട്? അല്ല, നമ്മൾ ദൈവമക്കളാണെന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നമ്മൾ ശബ്ദം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, നമ്മൾ അന്യഭാഷ പറയുന്ന ആൾക്കാരാണ്, ഹല്ലേലൂയക്കാരാണ്, നമ്മൾ കൂടിയിട്ടുള്ളത് എല്ലാവർക്കും ഈ ആൾക്കാർക്കെല്ലാം അറിയാം. നോക്കി നിൽക്കുക നമ്മൾ എന്തോ ചെയ്യുന്നത്. അപ്പം നമ്മൾ മിണ്ടാതിരുന്നാലും നമ്മുടെ പേര് ഹല്ലേലൂയക്കാരനെന്നാ. എന്നാൽ പിന്നെ മിണ്ടാതിരിക്കുന്നെന്തിനാ? നമുക്ക് പിന്നെ പോവില്ല. പിന്നെ എന്തിനാ മിണ്ടാതിരിക്കുന്നത്? നന്നായിട്ട് എത്ര ആരോഗ്യമുണ്ടോ അത്രയും ആരോഗ്യം എടുത്ത് നന്നായിട്ടൊന്ന് കരമടിച്ച് നല്ലപോലെ ഒന്ന് പാടി. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. ശരിക്കും ചലിച്ചൊന്ന് ആരാധിച്ചാൽ രോഗമെല്ലാം വിട്ടുമാറും. അമ്മമ്മ സത്യം പറഞ്ഞ അമ്മമ്മ ആരാധിക്കത്തുണ്ട് രോഗമൊക്കെ. രോഗസൗഖ്യം തരുന്നത് പാസ്റ്റർമാരല്ല, ഈ എവിടെ നിന്നെങ്കിലും പൊതിഞ്ഞു കെട്ടി എന്താ അങ്ങനെയല്ല. ആത്മസാന്നിധ്യത്തിലേക്ക് നീ കയറുമ്പോൾ പരിശുദ്ധാത്മ നൽകുന്നതാണ് രോഗസൗഖ്യം. അത് ഏത് സ്ഥലത്തും കർത്താവ് തരാൻ വിശ്വസന. കരമടിച്ച് ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ച് ഈ ലോക ജീവിതത്തിൽ നിന്റെ മരണശേഷം അവസരങ്ങളില്ല സോദര. ഈ ലോക ജീവിതത്തിൽ നേടുക, നിന്റെ മരണശേഷം അവസരങ്ങളില്ല സോദര. ഓ നരകശിക്ഷയിൽ നിന്ന് വിടുതൽ നേടുവാൻ ഇന്ന് വരിക രക്ഷകന്റെ സന്നിധി. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല. ഓ അത് ദാനം,
വിട്ടുവാങ്ങുവാൻ സാധ്യമല്ല. അത് ദാനം, ദാനം, ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വിട്ടുവാങ്ങുവാൻ സാധ്യമല്ല. അത് ദാനം, ദാനം, എത്ര സന്തോഷം നോക്കിക്കേ. നിങ്ങളുടെ മുഖത്ത് എത്ര സൗന്ദര്യമെന്നറിയാമോ? അടുത്തിരിക്കുന്ന മുഖത്ത് നോക്കി ആള് മാറിപ്പോയി. അങ്ങനെ കൈ അടിച്ചപ്പോഴേ ആള് മാറിപ്പോയി. കൈയുടെ കെട്ട്, കാലിന്റെ ഉളുക്ക്, അസ്ഥിയുടെ വേദന എല്ലാം പോകും. ചർച്ചിനകത്ത് ചെയ്യാത്തോണ്ട് ഈ പ്രശ്നമെല്ലാം ഉണ്ടാവും. ഒരിക്കലും ചർച്ചിനകത്ത് ചെയ്താൽ ഒരുമാതിരിപ്പെട്ട ബന്ധം എല്ലാം മാറും. എങ്ങനെയാ കിട്ടുന്നത്? മലകൾ കയറിയാൽ കിട്ടത്തില്ല. അറിയത്തില്ലാത്തതുകൊണ്ടാണ് സത്യത്തിൽ കയറുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ക്രിയകൾ നടത്തിയാൽ നേടത്തില്ല. ഇല്ല, നന്മകൾ, നോമ്പുകൾ, നേർച്ചകൾ, കാഴ്ചകൾ, ഇതുകൊണ്ടൊന്നും കിട്ടത്തില്ല. പിന്നെ എങ്ങനെയാണ്? കൃപയാൽ. രക്ഷ സിമ്പിൾ ആയതാണ് പ്രശ്നം. ശുദ്ധ ബൈബിൾ പറയുന്ന സ്വർഗത്തിൽ പോകാൻ വേണ്ട ഒന്നാമത്തെ കാര്യം യേശുവിനെ നിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. എത്ര സിമ്പിൾ അല്ലേ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം. അതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ ആയിപ്പോയി. 1 കോടി രൂപ മുടക്കിയാൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മുടക്കിയത്. നയമാനെ പരാക്രമശാലിയാണെങ്കിൽ കുഷ്ഠരോഗിയാണ്. ഈ എലീശ എടുക്കുന്നപ്പോ എലീശ പറഞ്ഞ പേര് നയൻ. ഓ ശരി, യോർദാനി മുങ്ങിയിട്ട് പൊക്കോ. പുള്ളിക്ക് ദേഷ്യം വന്നു. യോർദാൻ അബാന പർപ്പരയൊക്കെ ഉള്ളപ്പോ യോർദാൻ സിമ്പിൾ ആയതാ പുള്ളിക്ക് ഇഷ്ടപ്പെടാതെ. ഞാൻ പോവാന്ന്. കൂടെയുള്ള വേലക്കാരൻ പറഞ്ഞു, എന്റെ അജമാനെ ഒത്തിരി പൈസ ചോദിച്ചാൽ കൊടുക്കത്തില്ലേ? കൊടുക്കുവാൻ. വേറെ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യുവാൻ. ഇതിത്ര സിമ്പിൾ ആയതാണോ അപ്പച്ചനെ സാറിന് വിഷമം? ഒന്ന് മുങ്ങല്ലേ? അദ്ദേഹത്തിന്റെ നിർബന്ധത്താൽ ഒന്ന് മുങ്ങിയപ്പോഴും ദേഷ്യപ്പെട്ടോ? പുള്ളി മേളിൽ ഒന്നുകൂടെ മുങ്ങിയത് ഒന്നും മാറ്റിയില്ല. മേളിൽ നോൻ പറയുന്നു. 7ാമത്തെ പ്രാവശ്യം പൊങ്ങിയപ്പോൾ ഒരു കൊച്ചു ബാലകന്റെ ദേഹം പോലായി. സിമ്പിൾ ആണെന്നോർത്ത് ഗൗരവമില്ലാതിരിക്കരുത്. ഇന്ന് രാത്രി ഇരിക്കുന്ന കസേരയിൽ, ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് നിന്റെ ഉള്ളം തകർന്നൊരു വാക്ക്, യേശുവിൽ കൂടെ രക്ഷയുണ്ടെങ്കിൽ, എന്റെ പരാജയപ്പെട്ട എന്റെ ജീവിതത്തെ മടക്കിക്കൊണ്ട് കർത്താവിന് കഴിയുമെങ്കിൽ, ഇന്ന് രാത്രി എന്റെ രക്ഷിതാവും എന്റെ കർത്താവുമായി യേശുവിനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ എന്റെ സഹോദരി, നിന്റെ ശിക്ഷ മാറുകയാണ്. ആകാശത്തിന്റെ കീഴിൽ രക്ഷയ്ക്കായി വേറൊരു നാമമില്ല. ഏകനാമം ഞങ്ങൾ ഇന്ന് രാത്രി പ്രസ്താവിക്കുന്ന നസ്രായന്റെ നാമമാണ്. ഒരു തകർന്ന കുടുംബത്തിലെ അംഗമായിരുന്നു ഞാൻ. 38 കൊല്ലത്തെ മദ്യപാനിയായിരുന്നു എന്റെ അപ്പൻ. 28 കൊല്ലത്തെ ആസ്മ പേഷ്യന്റായിരുന്നു എന്റെ അമ്മ. ആദിവാസികൾക്ക് വേണ്ടി കുറെ സാറുമാർ അയച്ചു കൊടുത്ത യൂസ്ഡ് ക്ലോത്ത്സ്, പഴകിയ വസ്ത്രമിട്ട് പഠിച്ചവനാണ് ഞാൻ. കൂലിപ്പണിക്ക് പോകുമ്പോൾ അന്നത്തെ എന്റെ പ്രായം 10 വയസ്സ്. അന്നത്തെ എന്റെ ശമ്പളം 5 രൂപ. 5 രൂപ ശമ്പളത്തിൽ 10 വയസ്സുള്ളപ്പോ കൂലിപ്പണിക്ക് പോയ ആളാ. ചർച്ച് ബോർഡിലാണ് ഞാൻ പഠിച്ചത്. 98, 2001 സോപ്പ് എണ്ണയും മേടിച്ചത് കൂടെ പഠിക്കുന്നവന്റെ മുടി വെട്ടിയിട്ട. ബേസിക്കലി മുടിവെട്ടുകാരനല്ല, നിവൃത്തികേട് കൊണ്ട് ബൈബിൾ കോളേജ് വെച്ച് പഠിച്ച പണിയാ മുടിവെട്ട്. അങ്ങനെ മുടിവെട്ടി പഠിച്ചവനാ ഞാൻ, കൂലിപ്പണി ചെയ്തവനാ. പക്ഷേ എന്റെ ലൈഫിനെ തമ്പുരാൻ മാറ്റിയതിന്റെ ഉറപ്പില്ല ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത്. തകർന്ന് തരിപ്പണമായ നിന്റെ കുടുംബത്തെ പണിതെടുക്കാൻ, നിന്റെ ജീവിതത്തെ പണിതെടുക്കാൻ, നിന്നെ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകാൻ കരുത്തുള്ളത് എന്റെ നസ്രായനായ യേശുവിന് മാത്രമാണ്. ഈ പരസ്യ സ്ഥലത്ത് ഇന്ന് രാത്രി ഞങ്ങളെ പ്രസ്താവിക്കുകയാണ്. ഇന്ന് രാത്രി രക്ഷിതാവും കർത്താവുമായി യേശുവിനെ സ്വീകരിക്കാൻ നിനക്ക് മനസ്സുണ്ട്. നീ 1 കിലോമീറ്റർ നടക്കേണ്ട, 5 പൈസ കൊടുക്കണ്ട. ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്റെ കർത്താവേ, എന്റെ കുടുംബത്തിൽ നായകനായി നീ വരണമേ. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ അവിടുന്ന് മരിച്ചത് എനിക്കും വേണ്ടിയിട്ടാണ്, എന്റെ പാപത്തിന് വേണ്ടിയിട്ടാണ്. ഇന്ന് രാത്രി ഞാനത് തിരിച്ചറിയുന്നു. എന്നാൽ എന്റെ പാപങ്ങൾ എന്നോട് പൊറുക്കുകയും നിന്റെ പൈതലാക്കി എന്നെ തീർക്കുകയും ചെയ്യണമേ. ഈ ഭൂമി എന്റെ സ്വന്തമല്ല എന്ന് ഞങ്ങൾക്ക് 70 വർഷമോ 80 വർഷമോ മാത്രമേ ഉള്ളൂ. ഇതിനപ്പുറം ഒരു നിത്യമായ കാലഘട്ടമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവത്തോടൊപ്പം വസിക്കാനുള്ള വിശേഷമായ അനുഭവത്തിലേക്ക് ഞങ്ങൾ നടത്തണമേ. അതിനാവശ്യമായ കൃപ എന്റെ മേൽ പകരണമേ. ഞാൻ ദുഃഖിക്കാനോ ഖേദിച്ച് കരയാനോ നരകത്തിൽ ചെന്ന് അയ്യം വിളിക്കാനോ എന്നെ അനുവദിക്കരുത്. ഇന്ന് രാത്രി എന്റെ ഹൃദയത്തെ ഞാൻ കർത്താവിനായി ഒരു നിമിഷം സമർപ്പിക്കുന്നു.
ഈ രാത്രി അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്ന എത്ര അധികം മക്കളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ പ്രിയരെ, ഈ ഭൂമി നമ്മുടെ സ്വന്തമല്ല. നമ്മളിന്ന് കാണുമ്പോൾ ഒക്കെ വളരെ താൽക്കാലികമാണ്, നിഴല് പോലെ. ഇതിനപ്പുറം ഒരു യാഥാർത്ഥ്യമുണ്ട്. ചെല്ലിനപ്പുറം, കല്ലറയ്ക്കപ്പുറം ഒരൊറ്റ മനുഷ്യനും നിന്റെ കൂടെ വരാൻ കഴിയും. അടുത്ത 100 വർഷം കഴിയുമ്പോൾ നമ്മളില്ലാത്ത മേനംകുളം, നമ്മളില്ലാത്ത ട്രിവാൻഡ്രം, നമ്മളില്ലാത്ത നമ്മുടെ വീട്, നമ്മളില്ലാത്ത വീട് നോർത്ത് നോക്കും. നമ്മൾ ഈ രാജ്യത്തില്ല നോർത്ത് നോക്കിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞു. വേറെ കുറെ പേര് നാട്ടിൽ കൺവെൻഷൻ നടത്തുന്നു, പാട്ട് പാടുന്നു, വേറെ കുറച്ച് ആൾക്കാർ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഹല്ലേലൂയ. നരകത്തിൽ ചെന്നയ്യം വിളിക്കാതെ നിത്യജീവൻ കരഗതമാക്കാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന എത്ര അധികം മക്കളുണ്ട്. ഒന്ന് എഴുന്നേക്കാമോ? താമസ്ഥാനത്ത് ഒന്ന് എഴുന്നേക്കാമോ പ്ലീസ്? എന്റെ പ്രിയനെ നോക്കിക്കൊണ്ട് ഓരോ ദിവസവും എന്റെ പ്രിയനെ നോക്കിക്കൊണ്ട് ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്ന് ശുദ്ധരോടു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഈ മെസ്സേജുകൾ ഏകദേശം 1 മണിക്കൂറും 20 മിനിറ്റും 1 മണിക്കൂറിലധികമായി 1.5 മണിക്കൂറോളമായി ഞാൻ സംസാരിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് നിത്യജീവൻ ആവശ്യം. സ്വർഗരാജ്യത്തിൽ കർത്താവിനോട് വസിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പലപ്പോഴും അത് സാധ്യമാകാറില്ല. ജീവിതത്തിന്റെ തിരക്കിനിടയിൽ എന്തൊക്കെയോ മിസ്സായി പോകുന്നത് പോലെ എനിക്കൊരു പുതുക്കം ആവശ്യം എന്നാഗ്രഹിക്കുന്ന പുതിയ മക്കളുടെ കരങ്ങൾ ഉയർത്താമോ? നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. യേശുവിനെ എന്റെ രക്ഷിതാവും എന്റെ കർത്താവുമായിട്ട് ഞാൻ സ്വീകരിക്കുക. എനിക്കത് അറിയത്തില്ലായിരുന്നു നിത്യമായ രക്ഷ യേശുവിൽ കൂടെ ഉള്ളൂ എന്നുള്ളത്. ഈ ഭൂമിക്ക് അപ്പുറം മറ്റൊരു ലോകമുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇന്ന് രാത്രി യേശുവിനെ എന്റെ രക്ഷിതാവും എന്റെ കർത്താവുമായിട്ട് ഞാൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുക. എനിക്ക് സ്വകരാജ്യത്തിൽ കർത്താവിലൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സമർപ്പണത്തോടെ കരം ഉയർത്താൻ നിയോഗമുള്ള
ആത്മപ്രേരണയുള്ള എത്ര ദൈവമക്കളുണ്ട്? ഞാൻ നിന്നെക്കൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. എല്ലാ കണ്ടുപിടിക്കും ഒരുപാട് ക്ലാസ് എന്നെ ചിലർക്ക് വേണ്ടിയെങ്കിലും എന്റെ കരമൊന്ന് വെച്ച് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. കരമൊന്ന് വെച്ച് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് വരാം. പരിശുദ്ധാത്മാവ് വലിയൊരു സാന്നിധ്യം ഇതിനകത്തുണ്ട്. ഒരുപക്ഷെ ഏത് സമയത്താണ് ദൈവം നമുക്ക് അത്ഭുതങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല. ഇന്ന് രാത്രിയാണ് കർത്താവ് ചെയ്യുന്നെങ്കിൽ നമ്മൾ തടസ്സമായി മാറേണ്ട. കണ്ണുകൾ അടച്ച് നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കും. ഒരു പാട്ടിൽ ഈ സഹോദരങ്ങൾ ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കും. ദയവായിട്ട് നിങ്ങളിൽ ആത്മസാന്നിധ്യം അനുഭവിക്കുന്നവർക്കറിയാം ഇത് നിസ്സാരമായ ഒരു ചടങ്ങിന്റെ യോഗമല്ലെന്നും പരിശുദ്ധാത്മാവിനകത്ത് ചലിക്കുന്നുണ്ട്. അതുകൊണ്ട് സന്നിധി ബോധത്തോടെ ദൈവമക്കളെല്ലാം പ്രാർത്ഥിച്ച് ഒരുമിച്ച് ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം. ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് ഒരുമിച്ചൊന്ന് സ്തുതിച്ച് ആരാധിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ വന്നാൽ ചിലർക്ക് വേണ്ടിയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചേർന്ന് പാടി കർത്താവ് നമുക്ക് ഒരുമിച്ച് സന്തോഷം മധ്യാകാശത്തിൽ